താങ്ക് യു ജയന്തി. ആദ്യമേ ജയന്തി, റിസ്വാൻ സാർ, ലൂക്ക, എൻറ്റയർ ടീം ലൂക്ക, അതിനോട് പ്രത്യേകം നന്ദി. ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നതിലും നിങ്ങളെല്ലാവരെയും ഒരു ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ചൊരു ക്ലാസ് എടുക്കാൻ സാധിച്ചതിലും ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി തന്ന എല്ലാവർക്കും നന്ദി. ഒരുപാട് പരിചയമുള്ള മുഖങ്ങൾ, ഷാജി സാർ മുതൽ എൻ്റെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, എൻ്റെ പഴയ സ്റ്റുഡൻസ് ഉണ്ട്, റിസർച്ച് കൊളാബറേറ്റേഴ്സ് ഉണ്ട്. എന്തായാലും വളരെ സന്തോഷം. ഞാൻ എൻ്റെ സ്ക്രീൻ മുഴുവനും ഷെയർ ചെയ്യാം. സ്റ്റാർട്ട് ഓഫ് സ്ക്രീൻ കാണാമല്ലോ. എവിടെയെങ്കിലും മാറുന്നില്ല എന്നാണെങ്കിൽ എന്നോട് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുക. അപ്പോ ആദ്യമേ ഇങ്ങനൊരു ടോപ്പിക്ക് സെലക്ട് ചെയ്യാൻ കാരണം തന്നെ പൊതുവെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ജയന്തി പറഞ്ഞതുപോലെ ശാസ്ത്ര സദസ്സുകളിൽ ഒരുപാട് പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് ഒന്നുകിൽ കോസ്മോസ് ആയിരിക്കും, അല്ലാണ്ട് ലൈക് എക്സോ പ്ലാനറ്റ് എന്താണ്, ബ്ലാക്ക് ഹോൾ എന്താണ്, യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുന്നത് എന്താണ്, ഡാർക്ക് എനർജി എന്താണ്, ഡാർക്ക് മാറ്റർ എന്താണ്. ഒന്നുകിൽ അതായിരിക്കും, അല്ലാന്നാണെങ്കിൽ എവല്യൂഷൻ ആയിരിക്കും. പക്ഷെ ഈ കോസ്മോസിനെയും എവല്യൂഷനെയും അണ്ടർലൈനിങ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതിനെക്കുറിച്ച് അറിയാൻ പൊതു പബ്ലിക്കിന് ഒരുപക്ഷെ അധികം താല്പര്യമില്ല. കാരണം എവിടെ പോയി കഴിഞ്ഞാലും ആൾക്കാർ ഈ കോസ്മോളജി അല്ലെങ്കിൽ ആസ്ട്രോഫിസിക്സ് അല്ലെങ്കിൽ എവല്യൂഷൻ ഇതിനെക്കുറിച്ച് മാത്രമാണ് ആൾക്കാർ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുക. മിക്ക ചോദ്യങ്ങളും വരുന്നത് ഈ ഒരു മേഖലയിൽ നിന്നാണ്. അപ്പൊ അങ്ങനെ മാത്രമല്ല, ഒരുപാട് മേഖലകൾ നമുക്ക് ചുറ്റുമുണ്ട് എന്ന് മനസ്സിലാക്കിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്തത്. പിന്നെ റിസ്വാൻ സാറിനോട് ചോദിച്ചപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് കുറിച്ച് അങ്ങനെ ടോക്ക് നടന്നിട്ടില്ല എന്നും ഇങ്ങനെ അറിഞ്ഞായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു ടോപ്പിക് സെലക്ട് ചെയ്തു. അപ്പോൾ ഏതൊരു ടോക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ കെമിസ്ട്രി അധ്യാപകനായതുകൊണ്ട് കെമിസ്ട്രിയുടെ ഒരു സിഗ്നിഫിക്കൻസ് പറയാറുണ്ട്. അത് വീണ്ടും ആവർത്തിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം. രാവിലെ നമ്മൾ ആദ്യം എണീക്കുമ്പോൾ ചെയ്യുന്നത് മൊബൈൽ നോക്കുകയാണ്. ഞാൻ ചങ്ങനാശ്ശേരിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് രാവിലെ 5 മണിക്ക് എണീറ്റിട്ട് ട്രെയിനിന്റെ ടൈം നോക്കിയിട്ടാണ് ഞാൻ 5 മണിക്ക് എണീക്കണോ 5:15 എണീക്കണോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ മൊബൈൽ നോക്കുന്നു. മൊബൈലിന്റെ അകത്ത് അതിന്റെ ബോഡി എന്ന് പറയുന്ന പ്ലാസ്റ്റിക് ആണ്, പ്ലാസ്റ്റിക് കെമിസ്ട്രി. അതിന്റെ അകത്തുള്ള ചിപ്സ് മുഴുവനും നാനോ മെറ്റീരിയൽസ് ആണ്, അതിൽ സെമി കണ്ടക്ടേഴ്സ് ആണ്, എല്ലാം മെറ്റൽസ് ആണ്, നോൺ മെറ്റൽസ് ആണ്, മെറ്റലോയിഡ്സ് ആണ്. അപ്പൊ ഇതെല്ലാം കെമിസ്ട്രിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പല്ല് തേക്കും. പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന ബ്രഷ് പോളിമർ പ്ലാസ്റ്റിക് കെമിസ്ട്രിയാണ്. അതിൽ മുകളിൽ ഉപയോഗിക്കുന്ന പേസ്റ്റ് അത് ജെല്ലാണ്, ജെൽ കെമിസ്ട്രിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പല്ല് തേച്ച് കഴിഞ്ഞിട്ട് കഴുകാൻ വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളം H2O, അത് ഇനോർഗാനിക് കെമിസ്ട്രിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുളിക്കും. അപ്പൊ കുളിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ് ഇറ്റ് ഇസ് സോഡിയം സോൾട്ട് ഓഫ് ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്സ്. ബേസിക്കലി അത് ഓർഗാനിക് കെമിസ്ട്രിയാണ്. അത് കഴിഞ്ഞിട്ട് അത് കഴുകിക്കളയാൻ വേണ്ടി നമ്മൾ അഗെയിൻ വെള്ളം ഉപയോഗിക്കുന്നത് H2O, ഇനോർഗാനിക് കെമിസ്ട്രി. അത് കഴിഞ്ഞിട്ട് നമ്മൾ തുണി തോർത്ത് കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തുടയ്ക്കും. തോർത്ത് എന്ന് പറയുന്ന ടെക്സ്റ്റൈലാണ്, ഒരു പോളിമർ കെമിസ്ട്രിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു റിഫ്രഷ്മെന്റിന് വേണ്ടിയിട്ട് മുഖത്ത് പൗഡർ ഇടും, ടൈറ്റ് ആൻഡ് വൈറ്റ്, അഗെയിൻ ഇനോർഗാനിക് കെമിസ്ട്രി ആൻഡ് കംസ് അണ്ടർ നാനോ കെമിസ്ട്രി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രസ്സ് ഇടും, അത് ടെക്സ്റ്റൈൽ കെമിസ്ട്രി, പോളിമർ കെമിസ്ട്രിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ മുകളിൽ ഡിയോഡറന്റ് അടിക്കും. ഡിയോഡന്റ് എന്ന് പറയുന്ന ഒരു ഓർഗാനിക് മോളിക്യൂളാണ്, ഇറ്റ് ഇസ് ഓർഗാനിക് കെമിസ്ട്രി. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കും, ദാറ്റ് ഇസ് ഫുഡ് കെമിസ്ട്രി. ബോഡിയുടെ അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ബയോ കെമിസ്ട്രി. ബയോളജിക്കാർ സമ്മതിക്കില്ലായിരിക്കും, പക്ഷേ ബേസിക്കലി അതിന്റെ അകത്തൊരു കെമിസ്ട്രി ഉണ്ട്. അല്ലാന്നാണെങ്കിൽ ബയോളജിക്ക് എക്സിസ്റ്റൻസ് ഇല്ല എന്നുള്ളതും ബയോളജിക്കാർ മനസ്സിലാക്കണം എന്നുള്ളത് ഞാൻ അത് ബയോ കെമിസ്ട്രി. അത് കഴിഞ്ഞിട്ട് ഞാൻ എറണാകുളത്ത് നിന്ന് ഡെയിലി ചങ്ങനാശ്ശേരിക്ക് പോകുമ്പോൾ ബസ്സിലോ ട്രെയിനിലോ ഒക്കെ പോകുമ്പോൾ ബസ്സും ട്രെയിനും ഒക്കെ ഓടുന്നു. അതിന്റെ ബോഡി, അതിന്റെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് മെറ്റലാണ്, അഗൈൻ ഇനോർഗാനിക് കെമിസ്ട്രി. അതിനെ ഗവേൺ ചെയ്യുന്ന നിയമങ്ങൾ ഒക്കെ ഫിസിക്സ് ആയിരിക്കും. ഷാജി സാർ സമ്മതിക്കും, ശരിയാണ്, ഫിസിക്സ് ഒക്കെയാണ്. പക്ഷെ അത് ഓടാനുള്ള പെട്രോൾ, ഡീസൽ, ഇലക്ട്രിസിറ്റി ഇതൊക്കെ നിങ്ങൾ കെമിസ്ട്രിക്കാരാണ് കൊടുക്കുന്നത്. അവിടെയും കെമിസ്ട്രി. അത് കഴിഞ്ഞിട്ട് കോളേജിൽ ചെന്ന് കഴിഞ്ഞിട്ട് പണ്ട് ബ്ലാക്ക് ബോർഡും ചോക്കൊക്കെ ഉപയോഗിക്കുന്നു, കാൽഷ്യം കാർബണേറ്റ് ആണ്, ഇനോർഗാനിക് കെമിസ്ട്രി. ഇന്ന് പ്ലാസ്റ്റിക് ബോർഡ് ഉപയോഗിക്കുന്നു, പിന്നെയും പോളിമർ കെമിസ്ട്രി. എഴുതാൻ ഉപയോഗിക്കുന്ന പേനയുടെ ബോഡി പ്ലാസ്റ്റിക് ആണ്, പോളിമർ കെമിസ്ട്രി. അകത്തുള്ള ഇങ്ക് അഗൈൻ ഓർഗാനിക് കെമിസ്ട്രി. അപ്പൊ ചുരുക്കത്തിൽ രാവിലെ എണീക്കുന്നത് മുതൽ രാത്രി അവസാനമായി കിടക്കുന്നതിന് മുമ്പ് വാട്സാപ്പോ ഫേസ്ബുക്കോ അവസാനത്തെ നോട്ടിഫിക്കേഷൻ നോക്കി കിടക്കുന്നത് വരെ, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് കിടക്കുന്നത് വരെ നമ്മൾ അറിയാണ്ടോ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പക്ഷെ കോസ്മോളജീനെ തന്നെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ അതിന്റെ കാര്യകാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് കെമിസ്ട്രിയാണ്. പക്ഷെ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ചുരുക്കത്തിൽ ചാക്കോ മാഷ് പറഞ്ഞതുപോലെ ഭൂതത്തിന്റെ സ്പന്ദനം മാത്തമാറ്റിക്സിൽ മാത്രമല്ല കേന്ദ്രീകരിച്ചിരിക്കുന്നത്, കെമിസ്ട്രിയിലും കൂടിയാണ് കേന്ദ്രീകരിച്ചതെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഈ ടോക്ക് തുടങ്ങാം. ഈ ടോക്കിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ചിന്താവിഷ്ടനായ പൂച്ച, ഷ്രോഡിഞ്ചേഴ്സ് ക്യാറ്റ് ഇസ് ഡെഡ് ആൻഡ് അലൈവ്. അങ്ങനെ ടോപ്പിക് സെലക്ട് ചെയ്യാൻ ഒരു കാരണം അതിന്റെ ഹിസ്റ്ററി ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നോർമലി ക്വാണ്ടം മെക്കാനിക്സിന്റെ നിങ്ങളൊരു മലയാളത്തിൽ അധികം പുസ്തകങ്ങളില്ല, പക്ഷെ ഉള്ള പുസ്തകങ്ങൾ തന്നെ ക്വാണ്ടം മെക്കാനിക്സിന്റെ ഹിസ്റ്ററിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഷ്രോഡിഞ്ചർ എങ്ങനെ വന്നു, ഐൻസ്റ്റൈൻ എങ്ങനെ ഇതായി, അല്ലെങ്കിൽ കോപ്പൻഹേഗൻ ഇന്റർപ്രിട്ടേഷൻ ഏത് വർഷം നടന്നു. അപ്പൊ നമ്മുടെ ടോക്ക് കേന്ദ്രീകരിക്കുന്നത് അങ്ങനത്തെ ഹിസ്റ്ററിനെ കുറിച്ചല്ല. അപ്പോൾ ഹിസ്റ്ററി എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ ആൾക്കാർ പൊതുവെ ശ്രദ്ധിക്കാത്ത ക്വാണ്ടം മെക്കാനിക്സിന്റെ ആപ്ലിക്കേഷൻസിലേക്ക് പോകാം.
എങ്ങനെയാണ് ആ ക്വാണ്ടം മെക്കാനിക്സ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ ക്വാണ്ടം മെക്കാനിക്സിന്റെ പ്രിൻസിപ്പിൾസ് എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലെ ബയോളജീനെ, അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് എന്താണെന്നുള്ളത് നമുക്ക് അത് കേന്ദ്രീകരിച്ച് സംസാരിക്കും. ഹിസ്റ്ററിനെ കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, ബട്ട് വിൽ മൂവ് ഓൺ മോർ ഓൺ ടു ദ ആപ്ലിക്കേഷൻസ് വിച്ച് ഇസ് സെൽഡം നോൺ ബൈ ദ പീപ്പിൾ. ഓക്കെ, അപ്പൊ ക്വാണ്ടം മെക്കാനിക്സിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? നമുക്ക് ലോകത്തെ മൂന്നായിട്ട് തരംതിരിക്കാം, അതായത് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് മാക്രോ വേൾഡ്, നമ്മളെല്ലാവരും ജീവിക്കുന്ന മാക്രോ വേൾഡ്, അതിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഈ ക്ലാസിക്കൽ മെക്കാനിക്സ് ആണ്. പിന്നെ മൈക്രോ വേൾഡ്, കുഞ്ഞന്മാരുടെ ലോകം, അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ക്വാണ്ടം മെക്കാനിക്സ് ആണ്. ഇതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചെറിയൊരു ഏരിയ ഉണ്ട്, അതായത് ഭയങ്കര സൈസ് കുറവുള്ള ഒരു ലോകത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അതിനെ ക്വാണ്ടം മെക്കാനിക്സ് എന്ന്. ഭയങ്കര സൈസുള്ള, പ്ലാനറ്റ്സിന്റെ സൈസുള്ള, നമ്മുടെ സൈസുള്ള ലോകത്തേക്ക് വരികയാണെങ്കിൽ നമ്മൾ അതിനെ ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് വിളിക്കും. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ ഒരു ട്രാൻസിഷൻ നടക്കും. അതായത് ചെറിയ സൈസുള്ള ലോകത്തിൽ നിന്ന് വലിയ സൈസുള്ള ലോകത്തിലേക്ക് പോകുമ്പോൾ, അപ്പോൾ ആ സൈസ് ഡിഫറൻസ് വരുമ്പോൾ എങ്ങനെയാണ് പ്രോപ്പർട്ടികൾ, എങ്ങനെയാണ് അതിന്റെ സാധ്യതകൾ മാക്രോ വേൾഡിലേക്ക് വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്നതിനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷനാണ്. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് ഏറ്റവും ചെറിയ ആൾക്കാരുടെ ലോകം, മാക്രോസ്കോപ്പിക് വേൾഡിനെ അതിന് നമ്മളത് ക്ലാസിക്കൽ മെക്കാനിക്സ് അല്ലെങ്കിൽ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് എന്ന് വിളിക്കുന്നു. മൈക്രോസ്കോപ്പിക് വേൾഡ്, ഐ മീൻ ഇത് രണ്ടിന്റെയും ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇതിനെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്. അപ്പൊ ക്വാണ്ടം മെക്കാനിക്സിന്റെ ചരിത്രം നോക്കുമ്പോൾ തന്നെ അത് വളരെ രസമാണ്. ഇപ്പൊ ഈ എന്താ പറയാ, സയൻസിന്റെ ഏറ്റവും വലിയ ഭംഗി എന്താണ്? നമുക്ക് തെറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തിരുത്താനും കഴിയും. ഓക്കെ, സയൻസിന്റെ ഒരു ഭംഗി ഇതല്ല. അപ്പോൾ ഒരു പ്രോബ്ലം നമുക്ക് വരുമ്പോൾ, നമുക്ക് അറിയാത്തൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ, യഥാർത്ഥത്തിൽ സയൻസിനോട് താല്പര്യമുള്ള ഒരു വ്യക്തി അത് സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. ഞാൻ എൻ്റെ വിദ്യാർത്ഥികളോട് പറയാറുണ്ട്, നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിക്കും, എനിക്ക് അറിയാത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോഴാണ് നമുക്ക് ഇത് ചാലഞ്ചിങ് ആയിട്ട് വരും, നമ്മൾ അതിന്റെ ആൻസർ അന്വേഷിച്ച് പോകുമ്പോൾ. അല്ലാണ്ട് നമ്മൾ പറയുന്ന എല്ലാം ശരിയാണ് എന്ന് വാദിക്കലല്ല. ആ ഒരു ഘട്ടത്തിലായിരുന്നു 1900s നമ്മുടെ ശാസ്ത്രലോകം. ക്ലാസിക്കൽ ഫിസിക്സിന് ലോകമെല്ലാം അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ പ്രിൻസിപ്പിൾസും കണ്ടുപിടിക്കാൻ കഴിയും, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഒബ്സർവേഷൻസിനെ ക്ലാസിക്കൽ ഫിസിക്സ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും എന്ന് വിശ്വസിച്ചിരുന്നൊരു കാലത്ത്, അതായത് അതുവരെ കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാ ഫിസിക്സും ലൈബ്രറിയിൽ കെട്ടായി അടുക്കി വെച്ച് പുതിയൊരു ഒബ്സർവേഷൻ വരുമ്പോഴത്തേക്കും ലൈബ്രറിയിൽ നിന്ന് ആ പുസ്തകം, അതിനനുസരിച്ചുള്ള പുസ്തകം എടുത്ത് അതിൽ നിന്നൊരു എക്സ്പ്ലനേഷൻ ഡ്രൈവ് ചെയ്തെടുക്കാം എന്ന് ശാസ്ത്രലോകം വിചാരിച്ചിരുന്ന സമയത്താണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ വഴിയും, അതായത് അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്, ഐൻസ്റ്റൈന് നോബൽ സമ്മാനം നേടിക്കൊടുത്ത ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് വഴിയും ക്വാണ്ടം മെക്കാനിക്സ് ഇങ്ങനെ ജനിക്കുന്നു. അങ്ങനെ ക്വാണ്ടം മെക്കാനിക്സ് ഇതിന്റെ ആ ഒരു ജൈത്രയാത്ര അത് തുടർന്നുകൊണ്ടിരിക്കുന്നു, ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും, ഞാനടക്കമുള്ള നമുക്ക് ആർക്കെങ്കിലും ക്വാണ്ടം മെക്കാനിക്സ് മനസ്സിലായി എന്ന് വിചാരിച്ചിട്ടുണ്ടെന്നാണെങ്കിൽ, നമുക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടെന്നാണെങ്കിൽ, യഥാർത്ഥത്തിൽ ക്വാണ്ടം മെക്കാനിക്സ് നമുക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഐൻസ്റ്റൈൻ അടക്കമുള്ള ശാസ്ത്രജ്ഞന്മാർ പരിചയപ്പെടുത്തുന്നത്. എന്തായാലും ഈ ക്വാണ്ടം മെക്കാനിക്സ് പഠിച്ചത് കൊണ്ട് എന്താണ് പ്രയോജനം, അല്ലെങ്കിൽ ഈ ക്വാണ്ടം മെക്കാനിക്സിന്റെ ആപ്ലിക്കേഷൻസ് എന്താണ്? ക്വാണ്ടം മെക്കാനിക്സിന്റെ ഏറ്റവും വലിയ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ക്വാണ്ടം ബയോളജിയിലാണ്. പക്ഷെ ഞാനിപ്പോൾ എൻ്റെ PhDക്ക് ശേഷം ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ക്വാണ്ടം ബയോളജിയിലാണ്. നമുക്ക് അതിനെക്കുറിച്ച് അത്യാവശ്യം വിശദമായി സംസാരിക്കാം. ക്വാണ്ടം ബയോളജിയിൽ ഒരു പക്ഷി നാവിഗേറ്റ് ചെയ്യുമ്പോൾ, നമുക്കൊരു സ്മെല്ല് വരുമ്പോൾ, നമുക്കൊരു മണം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ, ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിലുള്ള ക്ലാസ്സസിൽ പഠിച്ചിട്ടുണ്ട്. ഫോട്ടോസിന്തസിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണെന്ന് നമുക്ക് പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ പുറകെയും ക്വാണ്ടം മെക്കാനിക്സ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് വിസ്മയകരമായ കാര്യമാണ്. കാരണം ക്വാണ്ടം മെക്കാനിക്സ് അതിലുണ്ട് എന്നുള്ളത് വളരെ റീസെന്റ് ആയിട്ടൊരു ഡിസ്കവറിയാണ്. അതാണ് ക്വാണ്ടം മെക്കാനിക്സിന്റെ ആ ഒരു സർപ്രൈസിങ് എഫക്ട്. അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ യൂണിവേഴ്സ് ഉണ്ടോ, മൾട്ടി യൂണിവേഴ്സ് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് ഉണ്ട് എന്നൊരു ഉത്തരം, അല്ലെങ്കിൽ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു ഉത്തരം നമുക്ക് തരുന്നത് ക്വാണ്ടം മെക്കാനിക്സ് തന്നെയാണ്. ഒരു പക്ഷേ ഇന്റർസ്റ്റെല്ലാർ എന്നുള്ള സിനിമയിൽ വളരെ ഭംഗിയായിട്ട് ആ മൾട്ടി യൂണിവേഴ്സിനെ കുറിച്ച് കാണിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ മൾട്ടി യൂണിവേഴ്സിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പൊ യൂണിവേഴ്സിന്റെ തുടക്കം മുതൽ യൂണിവേഴ്സിന്റെ പ്രവർത്തനം മുഴുവനും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു പക്ഷേ ക്വാണ്ടം മെക്കാനിക്സിന് സാധിക്കും, അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് ഇല്ലാണ്ടത് സാധിക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുപോലെ തന്നെ ക്വാണ്ടം മെക്കാനിക്സിൽ ഇനി വരാൻ പോകുന്ന തലമുറയിൽ ഒരുപക്ഷെ ഞാൻ 80s കിഡാണ്, 1984 ജനിച്ചത്. അപ്പൊ ഞങ്ങളൊക്കെ ഫ്ലോപ്പി ഡിസ്ക് കണ്ടു കാണും. ഇപ്പോഴുള്ള സ്റ്റുഡൻസിൽ എത്ര പേര് ഫ്ലോപ്പി ഡിസ്ക് കണ്ടു കാണുമെന്ന് നമുക്കറിയില്ല. 128 KB ആണ് അതിന്റെ സൈസ് എന്ന് പറയുന്നത്. 128 KB. ഇപ്പൊ എല്ലാവരും GB കണക്കിനാണ് ആൾക്കാർ വർക്ക് ചെയ്യുന്നത്. 128 KB എന്നുള്ളത് ഇപ്പോഴത്തെ പിള്ളേർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. ഞങ്ങൾ ആ ട്രാൻസിഷൻ കണ്ടതുകൊണ്ട് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ ആ 128 KB എന്ന് പറയുന്ന ഒരു യമണ്ടൻ ഫ്ലോപ്പി ഡിസ്കിൽ നിന്നും ഒരു ചെറിയ ഡോട്ട്, ചെറിയൊരു ഏരിയയിൽ ഇപ്പൊ 128 GB, മിനിമം 64 GB അല്ലെങ്കിൽ 128 GB മെമ്മറി ഫോൺസ് ആണ് നടക്കുന്നത്. അപ്പോൾ സൈസ് ഭയങ്കരമായിട്ട് കുറയുകയാണ്, നാനോ ലെവലിലേക്ക് പോവുകയാണ്. പക്ഷെ സ്റ്റോറേജ് കപ്പാസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ സ്റ്റോറേജ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഈ മെമ്മറി റെവല്യൂഷൻ, ഈ പറയുന്ന ഇൻഫോർമേഷൻ ട്രാൻസ്ഫർ മുതലായ കാര്യങ്ങളിലെല്ലാം ഒരു പക്ഷേ ക്വാണ്ടം മെക്കാനിക്സിന്റെ ഇൻഫ്ലുവൻസ് ചെയ്യും.
അതും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു പക്ഷേ IBM പോലുള്ള ആൾക്കാർ കോണ്ടന്റ് കമ്പ്യൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞു. ഞാൻ IBM ആയിട്ട് എനിക്കൊരു ചെറിയൊരു കൊളാബറേഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ അവരുമായിട്ട് അവരുടെ ഒരു കോണ്ടന്റ് കമ്പ്യൂട്ടർ ബേസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, കോണ്ടന്റ് കാൽക്കുലേഷൻസ് നടത്തിയിട്ടുമുണ്ട്. അപ്പോൾ അതിന്റെ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് നമുക്ക്, അതിന്റെ സാധ്യതകളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇതിനെ കേന്ദ്രീകരിച്ചായിരിക്കും നമ്മുടെ ടോക്കിന് കൂടുതൽ പോകും. ഈ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ വളരെ വിയേർഡാണ്. അപ്പോൾ ഒന്നും ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ച് പറയാണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്കൽ വേൾഡിൽ നമ്മൾ അറിഞ്ഞോ അറിയാണ്ടോ കയറിക്കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിന്റെ അല്ലെങ്കിൽ ആ ക്വാണ്ടം വേൾഡിന്റെ അത്രയും സൈസിലേക്ക് നമ്മളെ കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്നത് അപാര ശക്തികളാണ്. ഇപ്പോൾ തെക്കിനിയിൽ എന്ന ഗംഗയ്ക്ക് നമ്മൾ അറിയാത്ത രീതിയിലുള്ള ശക്തികളാണ് അല്ലെങ്കിൽ അപാര കഴിവുകളാണ് എന്ന് മോഹൻലാൽ അല്ലെങ്കിൽ ഡോക്ടർ സണ്ണി പറയുന്ന പോലെ തന്നെ ക്വാണ്ടം മെക്കാനിക്സിന്റെ ലെവലിലേക്ക് നമ്മുടെ സൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ അപാരമായ ശക്തികളാണ് ഈ പറയുന്ന പാർട്ടിക്കിൾസിന് അല്ലെങ്കിൽ ആ സൈസിലേക്ക് പോകുന്ന ആൾക്കാർക്ക് കിട്ടുക. അതിലൊരു ശക്തി എന്ന് പറയുന്നത് സൂപ്പർ പൊസിഷനാണ്. അപ്പൊ സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സ് ഈ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സൂപ്പർ പൊസിഷൻ, നോൺ ലൊക്കാലിറ്റി, നോൺ ഡിറ്റർമിനിസം, നോൺ റിയാലിറ്റി, അൺസർട്ടനിറ്റി, വേവ് പാർട്ടിക്കിൾ ഡ്യുവലിറ്റി, ഈ 6 പ്രോപ്പർട്ടീസും ക്വാണ്ടം മെക്കാനിക്സിന്റെ ഫണ്ടമെന്റൽ പ്രോപ്പർട്ടീസ് വരും. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല. പക്ഷേ അങ്ങനെയുള്ള പാർട്ടിക്കിൾസിന്റെ പ്രോപ്പർട്ടീസ് ഇതൊക്കെയാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സൂപ്പർ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സ്ഥലത്ത് ഒന്നിൽ കൂടുതൽ ക്വാണ്ടം മെക്കാനിക്കൽ പാർട്ടിക്കിൾസിന് ഒരുമിച്ചിരിക്കാം. ഇപ്പൊ ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് ഞാനൊരു ചെയറിൽ ഇരിക്കുകയാണെങ്കിൽ ആ ചെയറിൽ എന്റെ വൈഫിന് ഇരിക്കാൻ പറ്റില്ല. ഒന്നിൽ എന്റെ മടി കയറി ഇരിക്കണം, അല്ലെങ്കിൽ എന്നെ പിടിച്ച് മാറ്റിയിട്ടിരിക്കണം. അപ്പോൾ ഞാനും വൈഫും കൂടി ഒരുമിച്ച് ഒരു ചെയറിൽ ഇരിക്കുകയാണെങ്കിൽ ഒരു പക്ഷെ എന്റെ ദേഹത്ത് ഒരു പ്രേതം വന്ന് കൂടിയെന്ന് കരുതും. ഞാൻ ഈ പറയുന്ന എക്സാമ്പിൾസിന്റെ ലെവലിൽ തന്നെ കാണുക, മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുക. അത് കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ആയിട്ട് എടുക്കരുത്, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ അത് ഞാൻ ഉദ്ദേശിച്ചത് പ്രേതം ഉണ്ട് എന്ന് ഞാൻ സമർത്ഥിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല എന്നുള്ള രീതിയിലാണ്. അങ്ങനത്തെ ചോദ്യമൊന്നും വരരുത്. അപ്പൊ ഒരു പ്രേതം എന്നിൽ കൂടുന്നു, അപ്പൊ പ്രേതവും ഞാനും ഒരുമിച്ച് കോഎക്സിസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ അതിനെയാണ് നമ്മൾ സൂപ്പർ പൊസിഷൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ക്വാണ്ടം മെക്കാനിക്സിലെ ഒന്നിൽ കൂടുതൽ പാർട്ടിക്കിൾസിന് ഒരു സമയത്ത് ഒരേ സ്ഥലത്ത് ഒരുമിച്ചിരിക്കാൻ കഴിയും എന്നുള്ളതാണ് സൂപ്പർ പൊസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോൺ ലൊക്കാലിറ്റി, ഒരു ലോക്കൽ സ്പേസിൽ നമുക്ക് ആ പാർട്ടിക്കിളിനെ കാണാൻ പറ്റില്ല. ഒരു പക്ഷെ ഞാൻ ക്വാണ്ടം മെക്കാനിക്കൽ വേൾഡിലാണ് ഇപ്പൊ നിൽക്കുന്നതെങ്കിൽ എനിക്ക് ഇതേ ടൈമിൽ എറണാകുളത്ത് നിന്ന് ഈ ക്ലാസ് എടുക്കുകയും ചെയ്യാം, അതേ സമയത്ത് എനിക്ക് ചങ്ങനാശ്ശേരിയിൽ പോവുകയും ചെയ്യാം. അപ്പൊ എന്നെ ഒരു സ്ഥലത്ത് തളച്ച് ലോക്കലൈസ്ഡ് ആക്കാൻ പറ്റില്ല. ഒരേ സമയത്ത് തന്നെ പല സ്ഥലങ്ങളിലും കാണാൻ പറ്റും. നമ്മുടെ കുമ്പിടി പോലെ തന്നെ നമ്മുടെ നന്ദനം സിനിമയിലെ ജഗതി, അവിടെ പോയപ്പോൾ അവിടെയും ഇവിടെ വന്നപ്പോൾ ഇവിടെയും എന്ന് പറയുന്ന രീതിയിലുള്ള ആ ഒരു പ്രോപ്പർട്ടി, ഇതിനെയാണ് നമ്മൾ നോൺ ലൊക്കാലിറ്റി. നോൺ ഡിറ്റർമിനിസം എന്ന് പറയുന്നത് ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. നമുക്ക് അതിനെക്കുറിച്ച് പറയാം. കൃത്യമായിട്ട് നമുക്ക് അതിന്റെ വെലോസിറ്റി, പൊസിഷൻ ഒന്നും മനസ്സിലാക്കാൻ കഴിയില്ല. ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മറ്റേത് കയ്യിൽ നിന്ന് പോകും, മറ്റേത് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കയ്യിൽ നിന്ന് പോകും. അങ്ങനെ ഒരു പ്രോപ്പർട്ടിയും കൂടി ക്വാണ്ടം മെക്കാനിക്സിനുണ്ട്. പിന്നെ നോൺ റിയാലിറ്റി, ഇപ്പൊ നമ്മൾ കാണുന്നത് യഥാർത്ഥത്തിൽ അതിൽ ഏതാണ് റിയാലിറ്റി എന്നുള്ളത് നമുക്കറിയില്ല. അതും ഈ പറയുന്ന ക്വാണ്ടം മെക്കാനിക്സിന്റെ ഒരു ഭാഗമാണ്. കാരണം ഒന്നിൽ കൂടുതൽ പോസിബിലിറ്റീസ് ഒരു ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റത്തിനുള്ളപ്പോൾ ഏത് പോസിബിലിറ്റിയാണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള റിയാലിറ്റി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ആ 4-5 പോസിബിലിറ്റി വരാനുള്ള സാധ്യത ഈക്വൽ ആണ്, അതായത് ഈക്വലി പ്രോബബിൾ ആണ് 4-5 സ്റ്റേറ്റ്. ഇപ്പൊ എനിക്ക് A ആയിട്ടും B ആയിട്ടും എക്സിസ്റ്റ് ചെയ്യാം. അപ്പൊ എനിക്ക് ആണായിട്ടും പെണ്ണായിട്ടും എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ആണാണോ പെണ്ണാണോ എന്നുള്ളൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് പ്രസക്തിയിലുണ്ടാവും. അപ്പൊ എന്റെ റിയാലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആണുമാണ് പെണ്ണുമാണ്. അതൊക്കെ കൊണ്ടാണ് ഞാൻ ആ പേര് അങ്ങനെ കൊടുത്തത്. ഷ്രോഡിഞ്ചേഴ്സ് കാറ്റ് ഇസ് ഡെഡ് ആൻഡ് അലൈവ്. ഒന്നുകിൽ ജീവിച്ചിരിക്കുക അല്ലെങ്കിൽ മരിച്ചിരിക്കുക എന്നുള്ള 2 പോസിബിലിറ്റിയെ നമ്മുടെ ക്ലാസിക്കൽ വേൾഡിലുള്ളൂ. പക്ഷെ ക്വാണ്ടം മെക്കാനിക്കൽ വേൾഡിൽ 2 പോസിബിലിറ്റിയും ഈക്വലി പോസിബിൾ ആണ്. അതാണ് നോൺ റിയാലിറ്റി കൊണ്ട് പറയുന്നത്. പിന്നെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. പിന്നെ അവസാനത്തെ വേവ് പാർട്ടിക്കൽ ഡ്യുവലിറ്റി. വേവ് പാർട്ടിക്കൽ ഡ്യുവലിറ്റി ആ വേവ് നേച്ചർ ഉള്ളത് കൊണ്ടാണ് ആദ്യത്തെ സൂപ്പർ പൊസിഷൻ സാധ്യമാകുന്നത്. അപ്പൊ ഇലക്ട്രോൺ എടുത്തു കഴിഞ്ഞാൽ, ഫോട്ടോൺ എടുത്തു കഴിഞ്ഞാൽ പാർട്ടിക്കിളായിട്ടും ബിഹേവ് ചെയ്യും, വേവ് ആയിട്ടും ബിഹേവ് ചെയ്യും. അപ്പൊ എപ്പോഴാണ് പാർട്ടിക്കിളായിട്ട് ബിഹേവ് ചെയ്യുക, എപ്പോഴാണ് വേവ് ആയിട്ട് ബിഹേവ് ചെയ്യുക മുതലായ കാര്യങ്ങളെല്ലാം നമ്മൾ ഏത് രീതിയിൽ ആ സിസ്റ്റത്തെ ഡിസ്റ്റർബ് ചെയ്യും എന്നുള്ളതിനെ അനുസരിച്ചിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്റർഫറൻസ് എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെന്റ് നമ്മൾ നടത്തുകയാണെങ്കിൽ, ഇന്റർഫറൻസ് നമ്മൾ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പാർട്ടിക്കിൾ വേവ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രോൺ നമുക്ക് വേവ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് കാണിക്കുക. ഒരു പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കും. ഇതേ ഇലക്ട്രോണിനെ തന്നെ നമുക്ക് പാർട്ടിക്കിളായിട്ടും കാണാൻ കഴിയും. അതിനാണ് ഐൻസ്റ്റൈന് നോബൽ പ്രൈസ് കൊടുത്തത്. രസം, ഐൻസ്റ്റൈൻ റിലേറ്റിവിറ്റിക്ക് നോബൽ പ്രൈസ് കൊടുത്തില്ല, പക്ഷെ നോബൽ പ്രൈസ് കൊടുത്തത് നമ്മുടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിലാണ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ ഒരു ലൈറ്റ് വന്ന് ഒരു സബ്സ്റ്റൻസിന്റെ മുകളിൽ വീഴുമ്പോൾ, നിങ്ങൾ സ്ക്രീനിൽ നോക്കുന്നതിന്റെ കൂടെ ക്യാമറയിൽ എൻ്റെ മുഖം കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഒരു ലൈറ്റ് വന്ന്, ഒരു ഫോട്ടോൺ വന്ന് ഒരു മെറ്റലിന്റെ സർഫസിൽ വീഴുമ്പോൾ ആ ഫോട്ടോൺ വന്ന് ഒരു ഇലക്ട്രോണിനെ പുറത്തേക്ക് തള്ളിത്തു വിടും. അപ്പോൾ ഒരു ഫോട്ടോൺ വന്ന് ഒരു ഇലക്ട്രോണിനെ പുറത്തേക്ക് നോക്കൗട്ട് ചെയ്യണം എന്നാണെങ്കിൽ അതിന്റെ അർത്ഥം ഫോട്ടോണും ഇലക്ട്രോണും പാർട്ടിക്കിൾ ആയിരിക്കണം.
അപ്പൊ അവർ വേവ് ആയിട്ടാണ് പെരുമാറുന്നതെങ്കിൽ ഒരേ സ്ഥലത്ത് ഫോട്ടോണും ഇലക്ട്രോണും ഒരുമിച്ചിരിക്കാം, കാരണം അവരുടെ സൂപ്പർ പൊസിഷൻ പോസിബിൾ ആണ്. പക്ഷേ ഫോട്ടോ ഇലക്ട്രിക്കിന്റെ സമയത്ത് സൂപ്പർ പൊസിഷൻ അല്ല സംഭവിക്കുന്നത്. അവിടെ ഒരു ഫോട്ടോൺ വന്ന് അല്ലെങ്കിൽ ഒരു ലൈറ്റിന്റെ പാർട്ടിക്കിൾ വന്ന് നമ്മുടെ സർഫസിൽ തട്ടി ഒരു ഇലക്ട്രോണിനെ പുറത്തേക്ക് തട്ടിവിടുക. അങ്ങനെ തട്ടിവിടുന്നു എന്നുള്ളൊരു ഒബ്സർവേഷൻ നടത്തി നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടുന്നു, കറണ്ട് കിട്ടുന്നു. അങ്ങനെ വരണം എന്നാണെങ്കിൽ ഇലക്ട്രോൺ പാർട്ടിക്കിളാണ്. അപ്പൊ ചുരുക്കത്തിൽ ഇലക്ട്രോൺ പാർട്ടിക്കിളാണോ വേവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോൺ പാർട്ടിക്കിളും ആണ് വേവുമാണ്. അല്ലാന്നാണെങ്കിൽ ഇലക്ട്രോൺ പാർട്ടിക്കിൾ അല്ല വേവും ഉള്ള മറ്റെന്തോ ആണെന്ന് പറയേണ്ടി വരും. അപ്പൊ തൽക്കാലം ആസ് ഓഫ് നൗ ഇലക്ട്രോൺ വേവുമാണ് പാർട്ടിക്കിളുമാണ് എന്നുള്ളൊരു രീതിയിൽ എത്താം. ഇത് ഇലക്ട്രോൺ മാത്രമല്ല, ക്വാണ്ടം മെക്കാനിക്സിലെ എല്ലാ പാർട്ടിക്കിൾസിനും ഇത് ആപ്ലിക്കബിൾ ആണ്. സൈസ് കൂടുന്തോറും ഈ പറയുന്ന വേവ് പാർട്ടിക്കിൾ ഡ്യൂറ്റി ഇല്ലാണ്ടാകും. ക്രിക്കറ്റ് ബോളിന് വേവ് നേച്ചർ ഇല്ല, അല്ലെങ്കിൽ വളരെ 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 കുറവാണ്, കാരണം അതിന്റെ സൈസ് ഭയങ്കര കൂടുതലാണ്. ഇത് ക്വാണ്ടം മെക്കാനിക്കൽ വേൾഡിൽ മാത്രമുള്ള ഫിനോമിനൽ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി ക്വാണ്ടം മെക്കാനിക്സിന്റെ ഒരു ഹിസ്റ്ററിയിലേക്ക് ജസ്റ്റ് ഒന്ന് പോവുകയാണെങ്കിൽ 1900s മാക്സ് പ്ലാങ്ക് പ്രപ്പോസസ് എനർജി ക്യാൻ എക്സിസ്റ്റ് ഓൺലി ഇൻ സർട്ടൻ എമൗണ്ട് ഓഫ് ക്വാണ്ടം. നമ്മൾ പാക്കറ്റ് പാല് മേടിക്കുന്ന പോലെ ഇപ്പോൾ 1 ലിറ്റർ മേടിക്കുന്നു, നമുക്ക് 1.25 ലിറ്റർ മേടിക്കാം എന്ന് കരുതി കഴിഞ്ഞാൽ പറ്റില്ല. കാരണം ഈ ഒരു പാക്കറ്റിൽ 1/2 ലിറ്റർ പാക്കറ്റ് പാല് അല്ലെങ്കിൽ ഇത്ര ലിറ്റർ പാക്കറ്റ് പാലായിട്ടാണ് നമുക്ക് കിട്ടുന്നത് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ക്വാണ്ടം മെക്കാനിക്സ്. എനർജി നമുക്ക് കിട്ടുന്നത് എനർജി ക്വാണ്ട അല്ലെങ്കിൽ പാക്കറ്റ്സ് പോലെയാണ്. അപ്പൊ അതിന്റെ ഇടയിലുള്ള ഒരു പാക്കറ്റിൽ എനർജി നമുക്ക് കിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഡിസ്ക്രീറ്റ് ആയിട്ട് ഇന്ന എനർജി ലെവൽസ് ഉണ്ട് എന്നുള്ളതാണ് ക്വാണ്ടം മെക്കാനിക്സിന്റെ ആദ്യത്തെ ആപ്ലിക്കേഷൻ. അത് കഴിഞ്ഞിട്ട് ഐൻസ്റ്റൈൻ ഇങ്ങനെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ നിന്ന് അതിന്റെ ഒരു ഫണ്ടമെന്റൽ ഇതിലേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് ബോർ അറ്റോമിക് സ്ട്രക്ചർ കൊണ്ടുവന്നു. അവസാനം കോംപ്ടൺ എഫക്റ്റ് വന്നു. ഇതൊക്കെ അതിന്റെ ഹിസ്റ്ററിയിൽ പെടും. അപ്പൊ ഞാൻ ഈ 2 സ്ലൈഡ് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യുകയാണ്. അപ്പൊ നിങ്ങൾ ഭാവിയിൽ ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സ്ലൈഡ് നോക്കാം, കാരണം ഇത് അതിന്റെ ഹിസ്റ്ററിയിൽ നടക്കുന്ന ക്രോണോളജിക്കൽ ഓർഡറിൽ അതിന്റെ ഹിസ്റ്ററി എങ്ങനെയാണ് എന്നുള്ളത് വിവരിച്ചു തരുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തേക്ക് പോകാം. എല്ലാവരുടെയും വീട്ടിൽ ഇങ്ങനെ കുറച്ച് പ്ലേറ്റ്സ് കാണും. അപ്പൊ ഈ പ്ലേറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഷ്രോഡിഞ്ചറിന്റെ പ്ലേറ്റ് എന്ന് നമുക്ക് വിളിക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്ലേറ്റ് വീഴുകയാണോ അതോ ആ ഷെൽഫിന്റെ അകത്ത് ഇരിക്കുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല. അത് വീണ്ടുകൊണ്ടിരിക്കുന്ന പ്ലേറ്റ് ആണ്, പക്ഷെ സേഫ് ആയിട്ട് ഷെൽഫിന്റെ അകത്ത് ഇരിക്കുന്ന പ്ലേറ്റ് ആണ്. ഇത് രണ്ടിന്റെയും പോസിബിലിറ്റി ഇല്ല ആ പ്ലേറ്റ് എക്സിസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇതൊരു ഒരു ഒരു മീമാണ്, ഒരു ട്രോളാണ്. അല്ലാന്നെങ്കിൽ വോണ്ടഡ് ഷ്രോഡിഞ്ചേഴ്സ് ക്യാറ്റ് ഡെഡ് ആൻഡ് അലൈവ് അങ്ങനെ ഒരു 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 പാംപ്ലെറ്റ് ഒരിക്കലും കാണില്ല. അപ്പൊ പോലീസുകാർ എപ്പോഴെങ്കിലും ഷ്രോഡിഞ്ചർ പൂച്ചേനെ അന്വേഷിക്കാൻ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ കൊടുക്കാൻ പോകുന്ന ഒരു പരസ്യം എന്ന് പറയുന്നത് വോണ്ടഡ് ഡെഡ് ആൻഡ് അലൈവ് എന്നായിരിക്കും. ഒരുപക്ഷെ അതിനെ ബേസ് ചെയ്തിട്ട് ഷേക്സ്പിയർ ഒരു മീമുണ്ട്. ഷേക്സ്പിയർ ഒരു ക്വാണ്ടം മെക്കാനിക്കൽ വേൾഡിലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് സ്റ്റേറ്റ്മെന്റ് ആണ് ടു ബി ഓർ നോട്ട് ടു ബി എന്നായിരിക്കില്ല. അപ്പോ ഷേക്സ്പിയറുടെ പൂച്ച ഒരുപക്ഷെ ക്വാണ്ടം മെക്കാനിക്കൽ വേൾഡിലാണെങ്കിൽ ടു ബി ആൻഡ് നോട്ട് ടു ബി എന്നുള്ള രീതിയിലേ പറയുള്ളൂ. അപ്പോ യഥാർത്ഥത്തിൽ ഒരു ക്വാണ്ടം മെക്കാനിക്കൽ വേൾഡിൽ ഈ പറയുന്ന പൂച്ചയ്ക്ക് മരിച്ചും ജീവിച്ചും ഇരിക്കാൻ കഴിയും. അപ്പൊ എന്താണ് ഈ ക്വാണ്ടം പൂച്ച, അല്ലെങ്കിൽ എന്താണ് ഷ്രോഡിഞ്ചേഴ്സ് കാറ്റ് പാരഡോക്സ്? അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. അപ്പോൾ ഷ്രോഡിഞ്ചേഴ്സ് കാറ്റ് പാരഡോക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപക്ഷെ ക്വാണ്ടം മെക്കാനിക്സിന്റെ വിയേർഡ്നെസ്, അതിന്റെ ഈ ഭ്രാന്തമായ ആശയം ഒന്ന് പറഞ്ഞറിയിക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ അത് തെറ്റാണെന്ന് പറഞ്ഞറിയിക്കാൻ വേണ്ടിയിട്ട് ഷ്രോഡിഞ്ചർ ഉണ്ടാക്കിയെടുത്തൊരു തോട്ട് എക്സ്പെരിമെന്റ് ആണ്. പക്ഷെ ക്വാണ്ടം മെക്കാനിക്സിന്റെ ആധികാരികമായിട്ടൊരു തോട്ട് പ്രോസസ് ആയിട്ട് അല്ലെങ്കിൽ തോട്ട് എക്സ്പെരിമെന്റ് ആയിട്ട് ഈ പറയുന്ന കാറ്റ് പാരഡോക്സ് മാറി എന്നുള്ളതാണ് അതിന്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്, അതിന്റെ ഒരു രസം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. ഈ ബോക്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ബോക്സിന്റെ അകത്ത് നമ്മൾ ഒരിക്കൽ ആ ബോക്സ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ബോക്സിന്റെ അകത്ത് എന്ത് സംഭവിക്കും നമുക്ക് അറിയാൻ പറ്റില്ല. അത് പിന്നെ തുറക്കാനും പാടില്ല, അല്ലെങ്കിൽ തുറക്കാനും പറ്റില്ല, അങ്ങനെ തന്നെ കിട്ടും. ഒരിക്കൽ ആ ബോക്സ് അടച്ചു കഴിഞ്ഞാൽ ആ ബോക്സ് എന്ന് തന്നെ അടഞ്ഞിരിക്കുന്നു. ആ ബോക്സിന്റെ അകത്തേക്ക് നമ്മളൊരു പൂച്ചേനെ കൊണ്ടുപോയിരിക്കും. ഓക്കെ, ഈ പൂച്ചേനെ കൊല്ലാൻ വേണ്ടി നമ്മളൊരു വിഷം, HCN അല്ല ഏതെങ്കിലും ഒരു വിഷം കൊണ്ടുവയ്ക്കുന്നു. ആ വിഷക്കുപ്പി പൊട്ടിക്കാൻ നമ്മളൊരു ചുറ്റിക വെക്കുന്നു. ആ ചുറ്റികയെ ആക്ടിവേറ്റ് ചെയ്യാൻ, ആ ചുറ്റികയെ ഒന്ന് ചലിപ്പിക്കാൻ ഒരു ഗീഗർ കൗണ്ടർ വെക്കുന്നു. ഗീഗർ കൗണ്ടർ എന്ന് പറയുന്നത് റേഡിയോ ആക്ടിവിറ്റി മെഷർ ചെയ്യാൻ കഴിയുന്ന ഒരു ഇൻസ്ട്രുമെന്റ്. ആ ഇൻസ്ട്രുമെന്റ് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലും കൂടി ഒരു ബോക്സിന്റെ അകത്ത് വെക്കുന്നു. അപ്പൊ നമ്മുടെ ഉദ്ദേശം ഇതാണ്, നമ്മളൊരു ബോക്സ് എടുക്കുന്നു. ആ ബോക്സിന്റെ പ്രത്യേകത, ബോക്സ് ഒരിക്കൽ അടച്ചു കഴിഞ്ഞാൽ ഫുള്ളി സീൽഡ് ആണ്. അതിൻ്റെ അകത്തുള്ള ശബ്ദം, ലൈറ്റ് പോലും എസ്കേപ്പ് ചെയ്യില്ല. ഓക്കെ, അതിൻ്റെ അകത്തുള്ള എന്ത് ശബ്ദമുണ്ട് ഇതൊന്നും നമുക്ക് തിരിച്ചറിയാനേ പറ്റില്ല. അപ്പോൾ നമ്മളൊരു പൂച്ചേനെ എടുത്ത് നമ്മൾ ആ ബോക്സിന്റെ അകത്ത് വെക്കുന്നു. ആ പൂച്ചേനെ കൊല്ലാൻ വേണ്ടി ഒരു വിഷം കൊണ്ടുവയ്ക്കുന്നു. ആ വിഷം കുപ്പി പൊട്ടിക്കാൻ നമ്മളൊരു ചുറ്റിക വെക്കുന്നു. ആ ചുറ്റികയെ ചലിപ്പിക്കാൻ ഒരു ഗീഗർ കൗണ്ടർ വെക്കുന്നു. ആ ഗീഗർ കൗണ്ടറിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ. അപ്പൊ ഈ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലിൽ നിന്ന് റേഡിയേഷൻ വരുമ്പോൾ അത് ഗീഗർ കൗണ്ടറിൽ വീഴുന്നു. അത് ഗീഗർ കൗണ്ടർ ചലിക്കുന്നു. ചുറ്റിക വന്ന് വിഷക്കുപ്പി പൊട്ടിക്കുന്നു. വിഷം പൂച്ചയുടെ ദേഹത്തേക്ക് വീഴുന്നു.
ഇത്രയും നമുക്കറിയാം. അപ്പൊ ഈ സെറ്റപ്പ് എല്ലാം കൂടി ചേർത്ത് നമ്മൾ ഈ ബോക്സ് ഒരു സ്ഥലത്ത് കൊണ്ടുവയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വരുന്നു, അല്ലെങ്കിൽ ഇന്ന് രാത്രി ബോക്സ് കൊണ്ടുവച്ച് ഞാൻ കോളേജിൽ ഈ എക്സ്പെരിമെന്റ് നടത്തുകയാണെന്ന് കരുതും. വൈകുന്നേരം 3 മണിക്ക്, ഞാൻ 3:30 ഇറങ്ങുന്നതിന് മുമ്പ്, 4 മണിക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ബോക്സ് അവിടെ കൊണ്ടുവയ്ക്കുന്നു. പൂച്ചയെ അവിടത്തിന്റെ അകത്ത് ഇട്ട് വെച്ചിട്ട് അടുത്ത ദിവസം രാവിലെ, ഒരുപക്ഷെ ഡിപ്പാർട്ട്മെന്റ് തുറക്കുന്നത് ഞാനാണ്, ആദ്യം കോളേജിൽ എത്തുന്നത് ഞാനാണ്, 8:30 8:45. അപ്പോൾ വന്ന് തുറന്നു നോക്കി. അപ്പൊ എന്റെ കൂടെയുള്ളൊരു അധ്യാപകൻ എന്നോട് ചോദിക്കുന്നു, അരവിന്ദ്, ആ ബോക്സിനകത്തുള്ള പൂച്ചയ്ക്ക് എന്ത് പറ്റി? പൂച്ച ചത്ത് കാണുമോ അതോ പൂച്ച ജീവിച്ചിരിപ്പുണ്ടോ? അപ്പൊ നോർമലി ഫസ്റ്റ് ഉത്തരം എന്ന് പറയുന്നത് ബോക്സ് തുറന്നു നോക്കിയാലോ എന്നുള്ള ചോദ്യമാണ്. ഇല്ല, തുറന്നു നോക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ആ പൂച്ചയുടെ ഫേറ്റ് എന്തായിരിക്കും? ഇതായിരുന്നു വളരെ വളരെ കഷ്ടകരമായ ഒരു എക്സ്പെരിമെന്റ്. ഇതിന് കൃത്യമായിട്ട് ഉത്തരം നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. ഈ പൂച്ച ശ്വാസം മുട്ടി മരിക്കും, ഓക്സിജൻ ഇല്ല, ഞാൻ അങ്ങനത്തെ ഇതിലേക്കൊന്നും പോകണ്ട. കുറെ നാളത്തേക്ക് പൂച്ചയ്ക്ക് നോർമലായിട്ട് ജീവിക്കാൻ പറ്റും എന്നുള്ളത് തന്നെ സങ്കല്പിക്കും. അങ്ങനെയാണെങ്കിൽ ഈ എപ്പോഴാണ് ഈ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലിൽ നിന്നും റേഡിയേഷൻ പുറത്തു വന്ന് ഗീക്കർ കൗണ്ടറിലേക്ക് വീഴുന്നതെന്നും നമുക്കറിയില്ല. എപ്പോഴാണ് ആ ഗീക്കർ കൗണ്ടർ ആക്ടിവേറ്റഡ് ആയി ഈ ചുറ്റിക ചലിച്ചു എന്ന് നമുക്കറിയില്ല. ആ ചുറ്റിക എപ്പോഴാണ് വിഷക്കുപ്പിയിൽ വീണു എന്ന് നമുക്കറിയില്ല. ആ വിഷക്കുപ്പിയിൽ നിന്നുള്ള വിഷം തെറിച്ച് എപ്പോഴാണ് പൂച്ചയുടെ ദേഹത്തേക്ക് വീണു എന്ന് നമുക്കറിയില്ല. പൂച്ചയുടെ ദേഹത്തേക്ക് എവിടെ വീണു, എത്ര ഇന്റൻസിറ്റിയിൽ വീണു, ഇതൊന്നും നമുക്കറിയില്ല. അപ്പൊ ഇതൊന്നും അറിയില്ല എന്നാണെങ്കിൽ പൂച്ച ചെത്തിരിപ്പുണ്ടോ അല്ലെങ്കിൽ ജീവിച്ചതാണോ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ആകെപ്പാടെ രണ്ട് പോസിബിലിറ്റി ഉള്ളൂ. ഒന്ന്, പൂച്ച മരിച്ചു അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഈ രണ്ട് പോസിബിലിറ്റിയുടെ ഒരു സൂപ്പർ കോമ്പിനേഷൻ ഇരിക്കും, അല്ലെങ്കിൽ ഒരു സൂപ്പർ പൊസിഷനിൽ ഇരിക്കുന്നു എന്നുള്ള രീതിയിൽ മാത്രമേ നമുക്ക് ഉത്തരം പറയാൻ പറ്റൂ. സോ ദ കാറ്റ് ഇസ് ബോത്ത് ഡെഡ് ആൻഡ് അലൈവ് അറ്റ് ദ സെയിം ടൈം, ബിക്കോസ് വി ഡോണ്ട് നോ വിത്ത് സർട്ടനിറ്റി വെദർ ദ കാറ്റ് ഇസ് ഡെഡ് ഓർ അലൈവ്. ഒന്നുകിൽ ജീവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ മരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഇത് രണ്ടിന്റെയും ഇടയിൽ ഈ പൂച്ച നിൽക്കുന്നു എന്ന് വേണം പറയാം. ഈ ഇടയിൽ നിൽക്കുന്നതിനെയാണ് നമ്മൾ ഷ്രോഡിഞ്ചേഴ്സ് കാറ്റ് ഡെഡ് ആൻഡ് അലൈവ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഇപ്പൊ പറഞ്ഞു തീർക്കുമ്പോഴത്തേക്ക് ഇതെന്താ അത്ര വലിയ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇത് ക്വാണ്ടം മെക്കാനിക്കൽ പാർട്ടിക്കിൾസിന്റെ ഒരു ബിഹേവിയർ എങ്ങനെയാണ്. ഇപ്പൊ ഞാൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ SB കോളേജിൽ അധ്യാപകനാണ്, അല്ലെ, എന്റെ സ്റ്റുഡൻസ് ഇതിൽ കയറിയിട്ടുണ്ട്, ഞാൻ അവർക്ക് അധ്യാപകനാണ്. എന്റെ വൈഫിനോ ഞാനൊരു ഭർത്താവാണ്. എന്റെ മാതാപിതാക്കൾക്കോ ഞാനൊരു മകനാണ്. എന്റെ കൂട്ടുകാർക്കോ ഞാനൊരു ഫ്രണ്ടാണ്. അപ്പൊ ചോദ്യം ഇതാണ്, ഞാൻ അധ്യാപകനാണോ, ഞാൻ ഭർത്താവാണോ, ഞാൻ മകനാണോ, അതോ ഞാൻ ഫ്രണ്ടാണോ? അപ്പൊ നമുക്ക് പറയാൻ പറ്റുന്ന ഉത്തരം എന്താ? അപ്പൊ എന്നെ ഒരു ബോക്സിന്റെ അകത്താക്കി വൈഫിനോട് ചോദിച്ചു കഴിഞ്ഞാൽ വൈഫ് പറയും എന്റെ ഭർത്താവാണ്, ഫ്രണ്ട് പറയും ഫ്രണ്ടാണ്, സ്റ്റുഡൻസ് പറയും ഞങ്ങളുടെ സാറാണ്, മാതാപിതാക്കൾ പറയും മകനാണ്. അപ്പോ ഇവിടെ 4 പോസിബിലിറ്റീസ് ഞാൻ പറയുന്നത്. പൂച്ചയ്ക്ക് 2 പോസിബിലിറ്റി ഉള്ളൂ, ഞാൻ എന്റെ കാര്യത്തിൽ 4 പോസിബിലിറ്റി പറയുന്നു. അപ്പൊ ചുരുക്കത്തില് ഞാൻ ആരാണ് എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ, നമ്മുടെ സലീം കുമാർ ചോദിക്കുന്നവർ ആരാണ് ഞാൻ എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ, ഇത് 4ന്റെയും കോമ്പിനേഷൻ ആണ് ഞാൻ എന്ന് പറയാനേ നമുക്ക് സാധിക്കുള്ളൂ. അപ്പൊ ഇതിൽ ഏതാണ്, ഭർത്താവാണോ ആദ്യം എന്നിൽ നിന്ന് ഭർത്താവിന്റെ ആ ഒരു പെരുമാറ്റമാണോ പുറത്തേക്ക് വരുന്നത്, മകന്റെ പെരുമാറ്റമാണോ പുറത്തേക്ക് വരുന്നത്, മുതലായ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാൻ എന്നുള്ള പൂച്ചയെ എങ്ങനെയാണ് ഒരു ഒബ്സർവർ, അതായത് എന്റെ വൈഫോ എന്റെ വീട്ടുകാരോ അച്ഛനമ്മയോ അല്ലെങ്കിൽ എന്റെ സ്റ്റുഡന്റോ എങ്ങനെയാണ് ആ ഒബ്സർവർ എന്നിൽ എക്സ്പെരിമെന്റ് നടത്തുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ എന്നെ ഒബ്സർവ് ചെയ്യുന്നത് എന്നുള്ളതിനനുസരിച്ചിരിക്കും. ഇതാണ് ഷ്രോഡിഞ്ചേഴ്സ് കാറ്റ് പാരഡോക്സിന്റെ ക്രക്സ് എന്ന് പറയുന്നത്. അപ്പോ 2 പോസിബിലിറ്റീസ് ഉണ്ട് പൂച്ചയ്ക്ക്. അപ്പോ പൂച്ചയെ കൊല്ലാനുള്ള രീതിയിലാണ് ഉള്ള എക്സ്പെരിമെന്റ് ആണ് നമ്മൾ നടത്തുന്നതെങ്കിൽ പൂച്ച മരിച്ച പൂച്ചയായിട്ടേ പുറത്തു വരും. അല്ലെങ്കിൽ പൂച്ചയെ ജീവിച്ചിരിക്കുന്ന എക്സ്പെരിമെന്റ് ആണ്, അല്ലെങ്കിൽ അതിലേക്ക് പോകുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് നമ്മൾ നടത്തുന്നതെങ്കിൽ അത് പൂച്ച ജീവിച്ചിരിക്കുന്ന പൂച്ചയായിട്ടായിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുക. പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ ഉള്ള എക്സ്പെരിമെന്റ് ഏത്, മരിക്കാനുള്ള എക്സ്പെരിമെന്റ് ഏത് എന്നുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ടാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് മെഷർ ചെയ്യുമ്പോൾ ഇലക്ട്രോൺ പാർട്ടികളായിട്ടും നമ്മൾ ഇന്റർഫറൻസ് പാറ്റേൺസ് മെഷർ ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് വേവ് ആയിട്ട് പെരുമാറുന്നത്. അപ്പൊ നമുക്കറിയില്ല, ഈ എക്സ്പെരിമെന്റ് രണ്ടും നടത്തി കഴിഞ്ഞപ്പോൾ അവർക്ക് അറിയില്ലായിരുന്നു അത് വേവ് ആയിട്ടാണോ പാർട്ടിക്കിൾ ആയിട്ടാണോ ബിഹേവ് ചെയ്യുന്നത്. അപ്പൊ ഈ ഇലക്ട്രോൺ എന്ന് പറയുന്നത് വേവ് ആണോ പാർട്ടിക്കിൾ ആണോ എന്ന് ചോദിക്കുന്നത് പൂച്ച ചത്തോ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നുള്ളതിന് തുല്യമാണ്. അവിടെ 2 പോസിബിലിറ്റീസേ ഉള്ളൂ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്കിത് പല പോസിബിലിറ്റീസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഈ പോസിബിലിറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു യൂണിവേഴ്സിന്റെ തുടക്ക സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സ് ഒരു ബിഗ് ബാങ് കാരണം എക്സ്പാൻഡ് ചെയ്തതാണോ, ഒരു ബ്ലാക്ക് ഹോളിന്റെ എൻഡിലാണോ, നമ്മൾ ബ്ലാക്ക് ഹോളിന്റെ അകത്താണോ ജീവിക്കുന്നത്, ആ സിംഗുലാരിറ്റി എക്സ്പ്ലോഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പോലും നമുക്കറിയില്ല. ആ സിംഗുലാരിറ്റിയിൽ നിന്നും എക്സ്പാൻഷൻ വന്നതാണോ, അല്ലെങ്കിൽ ഇതിന്റെ അറ്റത്ത് ഇനി വേറൊരു വൈറ്റ് ഹോൾ ഉണ്ടോ, മുതലായ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് യൂണിവേഴ്സിന്റെ ഫോർമേഷനിൽ പല രീതിയിലുള്ള യൂണിവേഴ്സസ് ഫോം ചെയ്യാൻ സാധ്യതയുണ്ടായിരുന്നു എന്നുള്ളത് ക്വാണ്ടം മെക്കാനിക്സിന്റെ ഈ ഷ്രോഡിഞ്ചേഴ്സ് കാറ്റ് പാരഡോക്സ് എന്നുള്ള ആശയത്തിൽ നിന്നും നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും.
എന്നിട്ട് നമ്മൾ ഈ യൂണിവേഴ്സിൽ നമ്മൾ നിൽക്കാൻ കാരണം ആ യൂണിവേഴ്സിന്റെ അതിനെ നിയന്ത്രിക്കുന്ന ചെറിയ ചെറിയ നിയമങ്ങൾ അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്ന ഫണ്ടമെന്റൽ ഫോഴ്സസ് നമ്മുടെ യൂണിവേഴ്സ് ഫോം ചെയ്യാനുള്ള, ഇപ്പൊ നമ്മൾ കാണുന്ന നിയമങ്ങൾ അനുസരിച്ചുള്ള യൂണിവേഴ്സ് ഫോം ചെയ്യാനുള്ള സാധ്യതയിലേക്ക് പരിണമിച്ചു എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. എന്ന് പറയുന്ന പോലെ എനിക്ക് കുറച്ചും കൂടി ഈ ആശയം, ഞാൻ പറഞ്ഞ ആ ഒരു ആശയം കുറച്ച് വ്യക്തമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യം. ഈ പൂച്ചയ്ക്ക് മരിച്ചും ഒരേ സമയത്ത് ഇരിക്കാൻ പറ്റും. പിന്നെ ഒബ്സർവർ എങ്ങനെയാണോ ആ പൂച്ചയെ ഒബ്സർവ് ചെയ്യുന്നത് ആ രീതിയിലായിരിക്കും പൂച്ച ജീവിച്ചോ മരിച്ചോ ഇരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഒബ്സർവ് ചെയ്യുന്നത് എക്സ്പെരിമെന്റിലൂടെയാണ്. അപ്പൊ ചില എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് പൂച്ച ജീവിച്ചിരിക്കുന്നതായിട്ട് മനസ്സിലാവും. ചില എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുമ്പോഴത്തേക്കും അത് പൂച്ച മരിച്ചതായിട്ടായിരിക്കും റിസൾട്ട് കിട്ടുന്നത്. പക്ഷെ ഇപ്പോഴും നമുക്കറിയില്ല ഏത് എക്സ്പെരിമെന്റ് കണ്ടെത്തുമ്പോൾ ഇവരെങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. ഇവരുടെ പെരുമാറ്റം കൃത്യമായിട്ട് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയാത്തതാണ് ക്വാണ്ടം മെക്കാനിക്സിന്റെ ഏറ്റവും വലിയ സാധ്യതയും. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ക്വാണ്ടം മെക്കാനിക്സിൽ ഒരുപാട് സ്റ്റേറ്റ്സ് ഉണ്ട്. നമ്മളാണ് ഒബ്സർവർ. അപ്പൊ നമ്മൾ പ്രത്യേകമായിട്ടൊരു സ്റ്റേറ്റിനെ ഒബ്സർവ് ചെയ്യുമ്പോഴത്തേക്കും ആ സ്റ്റേറ്റ് ആയിട്ട് പരിണമിക്കും. അപ്പൊ ബാക്കിയുള്ള സ്റ്റേറ്റുകൾ നമ്മൾ നോക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ദൃഷ്ടികോൺ ഒന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി കഴിഞ്ഞാൽ വേറൊരു സ്റ്റേറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതൊക്കെ ക്വാണ്ടം മെക്കാനിക്സിന്റെ തന്നെ സയൻസ് ഗ്രൂപ്പ്സിൽ വന്ന ട്രോളാണ്. ഇത് യഥാർത്ഥത്തിൽ ഒരു തോട്ട് പ്രോസസ്സ് മാത്രമാണോ അതോ യഥാർത്ഥത്തിൽ ഇങ്ങനെ സംഭവിക്കുമോ? യഥാർത്ഥത്തിൽ ഇങ്ങനെ സംഭവിക്കും. ഇതിൽ കെമിസ്ട്രി അറിയാവുന്ന എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. എന്റെ സ്റ്റുഡൻസിന് ഡെഫിനറ്റ്ലി കൊളാബറേറ്റേഴ്സിന് കെമിസ്ട്രി അറിയാം, പക്ഷെ അല്ലാത്ത പബ്ലിക് ഓഡിയൻസ്. ഇത് 10ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന ബെൻസീൻ എന്നുള്ള മോളിക്യൂളാണ്. ഈ ബെൻസീന്റെ സ്ട്രക്ചർ നോക്കൂ. ഡബിൾ ബോണ്ട് സിംഗിൾ, ഡബിൾ സിംഗിൾ, ഡബിൾ സിംഗിൾ. ഇതിന് ഡബിൾ ബോണ്ട് 2 വരെയുള്ളതിനെ ഒരു വരെയുള്ളതിനെ സിംഗിൾ ബോണ്ട് എന്നുള്ളൂ. ഈ 2 സ്ട്രക്ചറും നമ്മുടെ ബെൻസീന് ഈക്വൽ പോസിബിലിറ്റിയാണ്. അപ്പോൾ ബെൻസീൻ ഈ സ്ട്രക്ചർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല. ഇപ്പൊ ഇതിനെ ചത്ത പൂച്ചയായിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിനെ ജീവിച്ചിരിക്കുന്ന പൂച്ചയായിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടിന്റെയും സൂപ്പർ പൊസിഷൻഡ് ആയിട്ടുള്ള സ്ട്രക്ചറിലാണ് ബെൻസീൻ ഇരിക്കുന്നത് എന്നുള്ളത് വേണം പറയാം. യഥാർത്ഥത്തിൽ ബെൻസീന്റെ മോളിക്കുലർ ഓർബിറ്റൽ സ്ട്രക്ചർ നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോഴത്തേക്കും ഇലക്ട്രോൺ ഡെൻസിറ്റി, ബെൻസീന്റെ ആ ഒരു ഇലക്ട്രോൺ ഡെൻസിറ്റി ഇങ്ങനെ സർക്കിൾ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത് ഷ്രോഡിഞ്ചേഴ്സ് കാറ്റ് പാരഡോക്സ് ഇൻ എക്സ്പെരിമെന്റിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇത് വെച്ച് ഒരു റിയാക്ഷൻ മെക്കാനിസം പിള്ളേർ എഴുതിയിട്ടുണ്ടെന്നാണെങ്കിൽ ഈ സ്ട്രക്ചർ വെച്ചിട്ട് ഇതിന്റെ ഒരു റിയാക്ഷൻ ഉണ്ടല്ലോ. അപ്പൊ ഹൈഡ്രജൻ മാറ്റി നമുക്ക് അവിടെ ഒരു OH ഗ്രൂപ്പ് കൊണ്ടുവരണം എന്ന് കരുതും, അല്ലെങ്കിൽ ക്ലോറിൻ കൊണ്ടുവരണം എന്ന് കരുതും. അപ്പൊ നമ്മൾ ആ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയും. റിയാക്ഷന്റെ പേരൊക്കെ വിട്ടേക്കും. ആ റിയാക്ഷൻ എഴുതുമ്പോൾ നമ്മൾ തുടങ്ങുന്നത് ഈ സ്ട്രക്ചറിൽ നിന്നാണെങ്കിലും ആ റിയാക്ഷൻ എഴുതി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ സ്ട്രക്ചറിലേക്ക് വരും. ഓഫ്കോഴ്സ് ഒരു ഹൈഡ്രജൻ മാറ്റി ക്ലോറിൻ ഉണ്ടാവും, പക്ഷെ ആ ബോണ്ടുകൾ ഡബിൾ ബോണ്ടും സിംഗിൾ ബോണ്ടും ഷിഫ്റ്റ് ചെയ്ത് കാണും. അതാണ് അതിന്റെ ഒരു ക്രക്സ്. അപ്പൊ ഇതിൽ രണ്ടിൽ ഏതാണ് യഥാർത്ഥത്തിലുള്ള പൂച്ച, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ മരിച്ചിരിക്കുന്ന പൂച്ച, അല്ലെങ്കിൽ ഇതിൽ ഏതാണ് ബെൻസീൻ, കറക്റ്റ് ബെൻസീൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടിന്റെയും സൂപ്പർ പൊസിഷനാണ് ബെൻസീൻ എന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതുതന്നെയാണ് ഷ്രോഡിഞ്ചേഴ്സ് കാറ്റ് പാരഡോക്സിന്റെ കെമിസ്ട്രിയിലുള്ള ആദ്യത്തെ എക്സാമ്പിൾ. രണ്ടാമത് നമ്മൾ കെമിസ്ട്രിയിൽ പഠിക്കുന്ന കീറ്റോ ഇനോൾ ടോട്ടോമറിസം എന്ന് പറയും. ഇത് കീറ്റോൺ എന്നുള്ളൊരു മോളിക്യൂളാണ്. ഇത് അതിന്റെ ഒരു ടോട്ടോമർ എന്ന് പറയും. അത് എന്താണെന്നുള്ളതൊക്കെ വിട്ടേക്കും. ഒരേ മോളിക്യൂളിന്റെ തന്നെ 2 എക്സിസ്റ്റൻസ് ആണ്. ഇത് ഈനോൾ ഫോം. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കീറ്റോ ഫോമുമായിട്ട്, അപ്പോൾ ഏത് ഒരു കുപ്പി നമ്മൾ ഈ പറയുന്ന കീറ്റോൺ എടുക്കുകയാണെങ്കിൽ ആ കുപ്പിക്കകത്ത് ഈ ഫോമും ഉണ്ടാവും, ഈ ഈനോൾ ഫോമും ഉണ്ടാവും. അപ്പൊ 2 ഫോമിന്റെയും ഒരു ഈക്വലിബ്രിയത്തിലാണ് ആ കുപ്പിക്കകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നത്. മരിച്ച പൂച്ചയും ഉണ്ടാവും, ജീവിച്ചിരിക്കുന്ന പൂച്ചയും ഉണ്ടാവും. അതിന്റെ രണ്ടിന്റെയും ഇടയിലായിരിക്കും യഥാർത്ഥത്തിൽ ഈ പറയുന്ന കീറ്റോ അല്ലെങ്കിൽ ഈനോൾ ഈ കോമ്പൗണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ കീറ്റോ ഫോമുമായിട്ട് റിയാക്ട് ചെയ്യുന്ന റിയേജൻസ് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താ? ഒരു ഭാഗത്ത് നിൽക്കുന്ന, ഇപ്പൊ ഇത് ജീവിച്ചിരിക്കുന്ന പൂച്ചയാണെങ്കിൽ അത് മുഴുവനും കീറ്റോ ഫോമായിട്ട് മാറി അത് മുഴുവനും മരിച്ച പൂച്ചയായിട്ട് റിയാക്ട് ചെയ്യും. തിരിച്ച് ഈനോൾ ഫോമുമായിട്ട് റിയാക്ട് ചെയ്യുന്ന റിയേജൻസ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിലോ ഈ പറയുന്ന 2 പോസിബിലിറ്റിയിൽ നിന്നും പരിണാമം വരുന്നത് ഇങ്ങോട്ടാണ്. ഏത് ബയോളജിക്കൽ എവല്യൂഷൻ എന്നുള്ള അർത്ഥത്തിലുള്ള കൊളോക്കിയൽ പരിണാമം വരുന്നത് ഈ പറയുന്ന ഈനോൾ ഫോമിലേക്കാണ്. ഇതും ഷ്രോഡിഞ്ചേഴ്സ് കാറ്റ് പാരഡോക്സിന്റെ എക്സാമ്പിൾ. അപ്പോൾ ഷ്രോഡിഞ്ചർ വിഭാവനം ചെയ്ത ആ ഒരു തോട്ട് എക്സ്പെരിമെന്റ് നമുക്ക് നമ്മുടെ കെമിസ്ട്രിയിലും നമുക്കത് കാണാൻ കഴിയും. പിന്നെ ഇത് വേറെ എവിടെയെങ്കിലും കാണാൻ കഴിയുമോ? ഞാൻ നേരത്തെ പറഞ്ഞ സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത് ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് 2 സ്ഥലത്ത് അല്ലെങ്കിൽ ഒരേ ടൈമിൽ 2 സ്ഥലത്ത് ഇരിക്കാൻ പറ്റുന്ന ആ ഒരു പോസിബിലിറ്റി നമുക്ക് എവിടെയെങ്കിലും കാണാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫോട്ടോസിന്തസിസ് നമുക്ക് കാണാൻ കഴിയും. ഇത് ഫോട്ടോസിന്തസിസ് ഗ്രീൻ സൾഫർ ബാക്ടീരിയയിൽ നടക്കുന്ന ഫോട്ടോസിന്തസിസിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ എനർജി അബ്സോർബിംഗ് ആയിട്ട് ക്ലോറോഫിൽ പോലെ ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്തിട്ട് ആ എനർജിയിൽ നിന്നും ഉണ്ടാകുന്ന എക്സൈറ്റോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി അബ്സോർബ് ചെയ്യുമ്പോൾ ഒരു മോളിക്യൂൾ എക്സൈറ്റഡ് ആകുന്നു. എക്സൈറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോൺ ഹോൾ പെയറിനെയാണ് എക്സൈറ്റോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മോളിക്യൂളിൽ ലൈറ്റ് എനർജി വീണ് കഴിഞ്ഞാൽ
ആ മോളിക്യൂളിൽ നിന്നും ഒരു ഇലക്ട്രോൺ ചാടി മുകളിലേക്ക് പോകുന്നു. മുകളിലേക്ക് യഥാർത്ഥത്തിൽ പോകുന്നത് അതിന്റെ എനർജി ഇത്തിരി കൂടുന്നു. അപ്പൊ ഇലക്ട്രോൺ ഇല്ലാത്ത അവസ്ഥയെ നമ്മൾ ഹോൾ എന്നും മറ്റേതിനെ ഇലക്ട്രോൺ എന്നും വിളിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പെയറിനെയാണ് എക്സൈറ്റോൺസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ എക്സൈറ്റോൺസിനെ നമ്മൾ റിയാക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് ആ റിയാക്ഷൻ നടക്കുന്നത്. അപ്പൊ ഈ റിയാക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ റേറ്റ് മെഷർ ചെയ്യുമ്പോൾ ആൾക്കാർ കിടുങ്ങിപ്പോയി. കാരണം നോർമലി ഒരു എക്സൈറ്റോൺ നമ്മൾ ക്ലാസിക്കൽ ഇത് വെച്ചിട്ട് നമ്മൾ വിഭാവനം ചെയ്യുകയാണെങ്കിൽ ഉണ്ടാകുന്ന റേറ്റിനേക്കാളും വളരെ കൂടുതലാണ്. അപ്പൊ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന എക്സൈറ്റോൺസിന് ഒരു ക്വാണ്ടം നേച്ചർ ആണ്. അപ്പൊ ഈ എക്സൈറ്റോൺസ് റിയാക്ഷൻ സെന്ററിലേക്ക് എത്താനുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് റൂട്ട് സെലക്ട് ചെയ്യാൻ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ക്ലാസ്സിൽ നിന്നൊരു കുട്ടിക്ക് പുറത്തേക്ക് പോകണം, എല്ലാ ബെഞ്ചിന്റെയും ഏറ്റവും നടുക്കിരിക്കുന്ന ഒരു കുട്ടിക്ക് പുറത്തേക്ക് പോകണം. അപ്പൊ ആ ഒരു ബോർ സാറിന്റെ ക്ലാസ് ആണെന്ന് വരും, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഒരു ക്ലാസ് ആണെന്ന് കരുതും, അവൻ എങ്ങനെയെങ്കിലും പുറത്തേക്ക് ചാടണം. അപ്പോൾ അവൻ ഞാനൊന്ന് ടോയ്ലറ്റിൽ പൊക്കോട്ടെ അല്ലെങ്കിൽ ഇന്ന കാര്യത്തിൽ പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ എണീറ്റ് നിൽക്കുകയാണെങ്കിൽ ആ ക്ലാസ്സിൽ നിന്ന് പുറത്തു ചാടാൻ അവൻ ഉപയോഗിക്കുന്ന മാർഗം ഏതായിരിക്കും? ഏറ്റവും ഷോർട്ടസ്റ്റ് റൂട്ട് ആയിരിക്കും. ആ ഷോർട്ടസ്റ്റ് റൂട്ടിൽ കൂടെ അവൻ ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് ചാടി പിന്നെ തിരിച്ച് ക്ലാസിന്റെ അകത്തേക്ക് കയറി വരുമ്പോൾ ലോങ്സ്റ്റ് റൂട്ട് ആയിരിക്കും. പക്ഷെ ആ ക്ലാസ്സിൽ നിന്ന് പുറത്ത് ചാടി റിയാക്ഷൻ സെന്ററിലേക്ക് എത്തുന്നവരെ അവൻ ഷോർട്ടസ്റ്റ് റൂട്ട് എടുക്കുള്ളൂ. പക്ഷെ രസം, അവന് കണ്ണ് കാണാം ഏത് ഷോർട്ടസ്റ്റ് റൂട്ടിലേക്കാണ് പോകുന്നതെന്നുള്ള അവന് കണ്ണ് കാണാം. പക്ഷെ ഈ പറയുന്ന എക്സൈറ്റോൺസിന് കണ്ണ് കാണാൻ കഴിയില്ല. അവരെങ്ങനെ മനസ്സിലാക്കും? അപ്പൊ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള എക്സൈറ്റോൺസ് ഒരേ സമയം എല്ലാ പോസിബിൾ പാത്വേസിൽ കൂടെ സഞ്ചരിക്കും എന്നുള്ളത് വേണം മനസ്സിലാക്കി. എന്നിട്ട് ഷോർട്ടസ്റ്റ് പാത്വേ ഇത് മനസ്സിലാക്കി ഇതെല്ലാം കൂടി ഒറ്റ പോയിന്റിൽ സൂപ്പർ ഇമ്പോസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, എന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ കമ്പ്യൂട്ടർ മുമ്പിൽ ഇരിക്കുകയാണ്. അപ്പൊ എനിക്ക് കമ്പ്യൂട്ടറിനൊന്ന് ഇടിക്കണം. എനിക്ക് ഒരു ഇടത്തെ കൈ കൊണ്ട് ലെഫ്റ്റ് സൈഡിൽ കൂടെ കമ്പ്യൂട്ടറിന് ഇടിക്കാം, വലത്തെ കൈ കൊണ്ട് റൈറ്റ് സൈഡിൽ കൂടെ കമ്പ്യൂട്ടറിന് ഇടിക്കാം, അല്ലെങ്കിൽ നേരെയും ഇടിക്കാം. ഏറ്റവും എളുപ്പം എനിക്ക് നേരെ ഇടിക്കുക എന്നുള്ളതാണ്. ഒരേ സമയത്ത് ഞാൻ എൻ്റെ ഈ കൈകൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിൽ കൂടിയും റൈറ്റ് സൈഡിൽ കൂടിയും നേരെയും പോയി അവസാനം ലെഫ്റ്റും റൈറ്റും എന്നുള്ള പോസിബിലിറ്റി എല്ലാം കൂടി നേരെയായിട്ട് പരിണമിക്കുന്ന ആ ഒരു പ്രക്രിയ ഉണ്ടല്ലോ, അതിനാണ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. ഇത് എക്സ്പെരിമെന്റലി മനസ്സിലാക്കിയതാണ്, എക്സ്പെരിമെന്റലി ഇത് കണ്ടുപിടിച്ചത് തന്നെയാണ്. ഇപ്പൊ ക്വാണ്ടം ബയോളജിയിലെ ഫോട്ടോസിന്തസിസിൽ ക്വാണ്ടം മെക്കാനിക്സിന് ഭയങ്കര ആപ്ലിക്കേഷൻ. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിലേക്ക് വരുന്നു. ഈ ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയം ഒരു പാർട്ടികളുടെ പൊസിഷനും മൊമെന്റവും മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് എന്നാണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഈ ക്വാണ്ടം മെക്കാനിക്കൽ പാർട്ടിക്കിൾസിന്റെ ഒരു ഫണ്ടമെന്റൽ പ്രോപ്പർട്ടിയാണ്. ഇപ്പൊ നമ്മൾ ഒരു പാർട്ടിക്കിൾ ഇവിടെ നിൽക്കുന്നു. ഇപ്പൊ ഞാൻ എന്റെ ചെയറിൽ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കുന്നു. അപ്പൊ ഞാൻ ഇവിടെ ചെയറിൽ ഇരിക്കുന്നു എന്നുള്ളത് ക്യാമറയിൽ കൂടെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും എന്റെ എനർജി മനസ്സിലാക്കാൻ കഴിയില്ല. ഇപ്പൊ ഞാൻ ക്വാണ്ടം മെക്കാനിക്കൽ പാർട്ടിക്കിൾ ആണെങ്കിൽ ഇപ്പൊ ഞാൻ എത്ര ഇന്റൻസിറ്റിയിൽ സംസാരിക്കുന്നു, ഞാൻ അടിവറയിൽ നിന്നാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ പതുക്കെയാണോ സംസാരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ ഇല്ല. അപ്പൊ ഞാൻ എത്ര എനർജി സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണയില്ല. പക്ഷെ നിങ്ങൾക്ക് ധാരണയുള്ളത് എന്റെ പൊസിഷൻ കൃത്യമായിട്ട് ഇവിടെയാണ്, ഞാൻ ആ ക്യാമറയ്ക്ക് മുമ്പ് കൃത്യമായിട്ട് ഇരിക്കുന്നു. ഇപ്പൊ നിങ്ങൾ എന്റെ എനർജി മെഷർ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ ക്യാമറയിൽ നിന്ന് ഇത്തിരി മാറി നിന്ന് കഴിഞ്ഞാൽ എന്റെ വായിൽ നിന്ന് വരുന്ന സൗണ്ടിന്റെ ഫ്രീക്വൻസി ഇത്ര കുറവായിരിക്കും, കൂടുതലായിരിക്കും, അങ്ങനത്തെ കുറച്ച് എനർജി കാര്യങ്ങൾ മെഷർ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് എന്നെ ഈ ക്യാമറയുടെ മുമ്പിൽ കൃത്യമായിട്ട് കാണാനും കഴിയില്ല. അതുകൊണ്ടാണ് ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത് പൊസിഷനും മൊമെന്റവും അല്ലെങ്കിൽ വെലോസിറ്റിയും ഒരു പാർട്ടികൾ രണ്ടും കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഒരെണ്ണം കൃത്യമായിട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മറ്റേതിലൊരു ചെറിയ അൺസർട്ടനിറ്റി ഉണ്ടാവും. ഇതും ഫണ്ടമെന്റൽ പ്രോപ്പർട്ടി. ഈ പറയുന്ന പൊസിഷനും മൊമെന്റവും പോലെ തന്നെ ഒരു പെയറാണ് എനർജിയും സമയവും. എനർജിയും സമയവും. അപ്പൊ എനർജി കൃത്യമായിട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സമയം നമുക്ക് തീർച്ചപ്പെടുത്താൻ പറ്റില്ല. സമയം കൃത്യമായിട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എനർജി നമുക്ക് കൃത്യമായിട്ട് തീർച്ചപ്പെടുത്തില്ല. ഇതിന്റെ ആപ്ലിക്കേഷൻ എന്താണ്? ഒരു പക്ഷേ ഇതിന്റെ ആപ്ലിക്കേഷനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു പുസ്തകമാണ് യൂണിവേഴ്സ് ഫ്രം നത്തിങ്, ലോറൻസ് ക്രോസിന്റെ. ഒന്നുമില്ലായ്മയിൽ നിന്നും ഒരു യൂണിവേഴ്സ് എങ്ങനെയുണ്ടായി. അപ്പൊ ആൾക്കാർ ഒരുപക്ഷെ എവല്യൂഷൻ പറയുന്ന ആൾക്കാരും അല്ലെങ്കിൽ എവല്യൂഷനെ എതിർക്കുന്ന ആൾക്കാരും അവർ പറയുന്ന ഒരു ജീവനിൽ നിന്ന് മാത്രമേ ഒരു ജീവൻ ഉണ്ടാകാൻ പറ്റുള്ളൂ. ആദ്യം ഒന്നുമില്ലായിരുന്നു, ഫ്രം നത്തിങ്നെസ് എങ്ങനെയാണ് ഒരു യൂണിവേഴ്സ് ഫോം ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം എഗെയിൻ ക്വാണ്ടം മെക്കാനിക്സ് ആണ്. ഈ ക്വാണ്ടം മെക്കാനിക്സിൽ ഇവിടെ കാണുന്നത് ഒരു സിമുലേഷനാണ്. ഒരു എംടി ബോക്സിന്റെ അകത്ത് ക്വാണ്ടം സിമുലേഷൻസ് നടക്കുന്നത് നമുക്ക് ഇപ്പോഴും കാണാൻ കഴിയും. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ എൻ്റെ ഒരു സുഹൃത്ത് ഇതിലല്ല റിസർച്ച് ചെയ്യുന്നത്, പക്ഷെ എംടി ആയിട്ട് നമ്മുടെ ചുറ്റുമുള്ള ഈ ലോകമുണ്ടല്ലോ, അപ്പൊ എന്റെയും ലാപ്ടോപ്പിന്റെയും ഇടയിലുള്ള സ്പേസ് അത് ഒട്ടും എംടി അല്ല, അതിൻ്റെ അകത്ത് ക്വാണ്ടം ഫ്ലക്ച്വേഷൻസ് നടക്കുന്നുണ്ട്. ആ ക്വാണ്ടം ഫ്ലക്ച്വേഷൻസിനെ നമുക്ക് ഇപ്പൊ കൺട്രോൾ ചെയ്യാൻ കഴിയും. ഒരുപക്ഷെ അടുത്ത 4-5 വർഷത്തിനുള്ളിൽ അതിനായിരിക്കും നോബൽ സമ്മാനം കൊടുക്കുന്നത്. സ്വീഡനിലാണെന്ന് തോന്നുന്നു. ഞാൻ ഗ്രൂപ്പിന്റെ പേര് സ്വീഡനിലോ സ്പെയിനിലോ ഒരു ഗ്രൂപ്പ് ഇതിൽ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എം ടി സ്പേസിലുള്ള വൈബ്രേഷൻസ് എന്താണെന്ന് മനസ്സിലാക്കി അതിൽ ക്വാണ്ടം മെക്കാനിക്കൽ വൈബ്രേഷൻസ് അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ പഠിച്ചു തുടങ്ങി. അത് മോളിക്യൂൾസിന്റെ ബിഹേവിയർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളതിന്റെ എക്സ്പെരിമെന്റൽ റിസൾട്ട് ഉണ്ട്. അപ്പം നത്തിങ്നെസ് എന്ന് പറയുന്ന സ്പേസിൽ നിന്നും എന്തെങ്കിലും ഇന്ന് കാണുന്നതായ ഗോചരമായ യൂണിവേഴ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ
നമുക്ക് കാണാൻ കഴിയുന്നത് 5% മാത്രമാണ്, ബാക്കി 95% ഡാർക്ക് എനർജി ഡാർക്ക് ആണ്. പക്ഷെ ഈ 5% ഉണ്ടായിട്ടുണ്ടെന്നാണെങ്കിൽ ആ നത്തിങ്നെസ്സിൽ നിന്ന് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ആ നത്തിങ്നെസ്സിൽ ഒരു കാര്യം എങ്ങനെ ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൽ നിന്ന് തുടങ്ങി ക്വാണ്ടം മെക്കാനിക്സിന്റെ ക്വാണ്ടം ഫ്ലക്ച്വേഷൻസിൽ നിന്നും ഉണ്ടാകുന്നതാണ്. അപ്പൊ യൂണിവേഴ്സിന്റെ ബിഗിനിങ്ങിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്വാണ്ടം മെക്കാനിക്സിന്റെ ഹൈ ആപ്ലിക്കേഷനും. ഇനി ഇലക്ട്രോൺസിന്റെ മറ്റൊരു പെരുമാറ്റമാണ് ഇലക്ട്രോൺസിന്റെ ഇന്റർഫറൻസ് പാറ്റേൺ. ഇപ്പൊ ഇലക്ട്രോണിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ചിലപ്പോൾ വേവ് ആയിട്ട് ബിഹേവ് ചെയ്യും, ചിലപ്പോ നമ്മുടെ എന്താ പറയുക ഇലക്ട്രോൺ പാർട്ടിക്കിളായിട്ട് ബിഹേവ് ചെയ്യും. അപ്പൊ നമ്മൾ പാർട്ടിക്കിളായിട്ട് ബിഹേവ് ചെയ്യുന്ന ഇലക്ട്രോൺ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോൺ പറയും എനിക്ക് സൗകര്യമില്ല, ഞാൻ വേവ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു പറയും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഏത് എക്സ്പെരിമെന്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇവരെങ്ങനെ പെരുമാറുന്നുള്ളത് നമുക്ക് ഇനിയും കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. കാരണം ഇവരെന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. നമുക്കറിയാം ഇവര് വേവുമാണ് പാർട്ടിക്കിളുമാണ്, അത് ഇത് രണ്ടും അല്ലാണ്ട് വേറെ എന്തെങ്കിലും ആണോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഇപ്പോഴും അറിയില്ല. പക്ഷെ കുറെ എക്സ്പെരിമെന്റ്സിൽ ഇവരിങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ഇന്ന എക്സ്പെരിമെന്റിൽ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നറിയാം. പുതിയതായിട്ട് നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ അവരെങ്ങനെ പെരുമാറും എന്നുള്ളത് അത് എക്സ്പെരിമെന്റ് ചെയ്യുമ്പോഴേ മനസ്സിലാവും. ഈ ഇലക്ട്രോൺ വേവ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന, നേരത്തെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ കാര്യം പറഞ്ഞു, ഇലക്ട്രോൺ പാർട്ടിക്കിൾ ആയിട്ട് ബിഹേവ് ചെയ്യുന്നത് ഇത് ഇന്റർഫെറൻസ് എന്ന് പറയും. ഇലക്ട്രോണിനെ രണ്ട് ചെറിയ സ്ലിറ്റിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ വേവ് ആയിട്ട് പെരുമാറി നമുക്ക് ഡാർക്ക് വൈറ്റ് എന്നുള്ള ഇന്റർഫെറൻസ് ഫ്രിഞ്ചസ് നമുക്ക് തരും. ഇതൊരു വേവിന്റെ ഒരു പോസിബിലിറ്റിയാണ്. അതായത് രണ്ട് ഇലക്ട്രോണെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഇലക്ട്രോൺസിന്റെ ആ വേവ് നമുക്ക് തരുന്ന പാറ്റേൺ ഇങ്ങനെയാണ്. ഈ പാറ്റേൺ ഒരിക്കലും പാർട്ടിക്കിളിന് തരാൻ കഴിയില്ല. കാരണം ഈ രണ്ട് ഹോളിൽ കൂടെ പാർട്ടിക്കിളാണ് പാസ് ചെയ്തിരുന്നെങ്കിൽ പാർട്ടിക്കിൾ ഹിറ്റ് ചെയ്യുന്ന അവിടെ മാത്രമേ നമുക്ക് പാറ്റേൺ കിട്ടാൻ പാടുള്ളൂ. പക്ഷെ നമുക്കിവിടെ ഈ സ്ക്രീൻ മുഴുവനും പാറ്റേൺ കിട്ടിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഇലക്ട്രോൺ പാർട്ടിക്കിൾ ആയിട്ടല്ല, ഇലക്ട്രോൺ വേവ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ഇത് ക്വാണ്ടം മെക്കാനിക്സിന്റെ ഒരു പ്രിൻസിപ്പിൾ. ഇത് എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക? അതാണ് അടുത്ത ചോദ്യം. ഇതിനെ നമ്മൾ തോമസ് യങ്സ് ഡബിൾ സ്പ്ലിറ്റ് എക്സ്പെരിമെന്റ് എന്നൊക്കെ പറയും. അതാണ് അതിന്റെ ഒരു ഫണ്ടമെന്റൽസ്. ഇവ നമുക്ക് ഗ്രാവിറ്റേഷണൽ വേവ്സിൽ ഈ ഇന്റർഫറൻസ് പാറ്റേൺ അല്ലെങ്കിൽ ഈ പറയുന്ന പാറ്റേൺ നമുക്ക് ഗ്രാവിറ്റേഷണൽ വേവ്സ് ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുമ്പോഴതും ഒരു ഡിസ്കവറിയാണ്. അതായത് ഇപ്പൊ രണ്ട് ബ്ലാക്ക് ഹോൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യുന്നു എന്ന് കരുതും. ആ രണ്ട് ബ്ലാക്ക് ഹോൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്പേസ് ടൈമിലെ റിപ്പിൾ അത് ഗ്രാവിറ്റേഷണൽ വേവ് ആയിട്ടാണ് വരുന്നത്. ഈ ഗ്രാവിറ്റേഷണൽ വേവിനെ പിടിച്ചെടുക്കാൻ ഞാൻ ഈ പറയുന്ന ഇന്റർഫറൻസ് പാറ്റേൺസിൽ പറ്റും. അപ്പോൾ നിങ്ങൾ ഒരു എക്സ്പെരിമെന്റ് ഡിവൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു ലേസർ വെച്ചിട്ട് ഇത്ര കിലോമീറ്ററിൽ അപ്പുറത്തൊരു മിറർ വെച്ചിട്ട് ആ ലേസർ റിഫ്ലക്ട് ചെയ്യുക, അതേ ലേസർ വേറൊരു ഡയറക്ഷനിൽ ഓപ്പോസിറ്റ് അല്ല ഇത്ര ആംഗിളിൽ ഒരു ഡയറക്ഷനിലേക്ക് ലേസർ കൊണ്ടുപോയിട്ട് അതും റിഫ്ലക്ട് ചെയ്യുക. ഈ രണ്ട് റിഫ്ലക്ട് ചെയ്ത് വരുന്ന ലേസർ തമ്മിൽ ഇന്റർഫിയർ ചെയ്യും, അവർ തമ്മിൽ മിക്സ് ചെയ്തിട്ട് ഈ ഒരു പാറ്റേൺ നമുക്ക് തരും. നേരത്തെ കാണിക്കുന്ന ഈ ഒരു പാറ്റേൺ നമുക്ക് തരും. ഇത് നോർമൽ കേസിലാണ്. ഈ പാറ്റേണിന് ഡിഫ്ലക്ഷൻ ഉണ്ടാക്കാൻ നമ്മുടെ ഗ്രാവിറ്റേഷണൽ വേവ്സിന് പറ്റും. അപ്പൊ ഈ ഗ്രാവിറ്റേഷണൽ വേവ്സ് ഏതെങ്കിലും രണ്ട് ബ്ലാക്ക് ഹോൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോസ്മോളജിക്കൽ ഫിനോമിനൻ ഉണ്ടാകുമ്പോൾ സ്പേസ് ടൈമിൽ റിപ്പിൾസ് വരികയാണെങ്കിൽ ആ സ്പേസ് ടൈമിനെ റിപ്പിൾസ് പിടിച്ചെടുക്കാൻ ഈ പറയുന്ന ഇന്റർഫറൻസ് പാറ്റേണിന് പറ്റും, അല്ലെങ്കിൽ ഈ വേവ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ക്വാണ്ടം മെക്കാനിക്കൽ പാർട്ടിക്കിളിന് പറ്റും, അല്ലെങ്കിൽ ആ പാറ്റേണിന് പറ്റും എന്നുള്ളതാണ് മറ്റൊരു ഡിസ്കവറി. സോ ക്വാണ്ടം മെക്കാനിക്സ് ഇസ് അഗെയിൻ യൂസ്ഡ് ഫോർ ഫൈൻഡിങ് ഔട്ട് വെദർ ദർ ഇസ് എ റിപ്പിൾ ഇൻ സ്പേസ് ആൻഡ് ടൈം. ഇത് ഭയങ്കര സിഗ്നിഫിക്കന്റ് ആണ്. കാരണം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയില്ല. ആൻഡ്രോമേഡയും നമ്മുടെ മിൽക്കി വേയും തമ്മിൽ കൂട്ടിയിടിക്കാൻ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും അപ്പോൾ ഇവര് റിസീഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസീഡ് ചെയ്യുന്നതിനോടൊപ്പം പല ഗാലക്സീസും അടുത്ത് വരാനും കൂട്ടിയിടിക്കാനും ബ്ലാക്ക് ഹോൾസ് തമ്മിൽ കൊള്ളാനും ഇങ്ങനെ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. ഇങ്ങനെയുള്ള പോസിബിലിറ്റീസ് ഒക്കെ ഒരു പക്ഷേ എക്സ്പെരിമെന്റലി നമുക്ക് അത് ഉണ്ട് എന്നുള്ള ഫണ്ടമെന്റൽ സ്റ്റഡി നടത്താനെങ്കിലും ഈ പറയുന്ന ഇന്റർഫറൻസ് പാറ്റേൺ പറ്റും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അടുത്തത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിലാണ്. ഞാനിത്തിരി സ്പീഡായിട്ട് പോവുകയാണ്, കാരണം 15 മിനിറ്റ് കൂടിയേ ഉള്ളൂ അല്ലെ, 8:30 നിർത്തണം. അപ്പോൾ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ഫ്ലോപ്പി ഡിസ്ക് ക്വാണ്ടം മെക്കാനിക്സിന്റെ ആ ഒരു ഏറ്റവും വലിയ ആപ്ലിക്കേഷൻസിൽ ഒരെണ്ണം എന്ന് പറയുന്നത് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ആണ്. അപ്പോൾ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന്റെ എക്സ്പ്ലനേഷൻ കറക്റ്റായിട്ട് ഇങ്ങനെയല്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എക്സ്പ്ലനേഷൻ തരാം. ഇത് ആർക്കെങ്കിലും പരിചയമുണ്ടോ? ഈ സ്ക്രീൻ എന്താണ്? ഇതൊരു കാൽക്കുലേറ്ററുടെ സ്ക്രീനാണ്. ഓക്കെ, അത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്ക്രീൻ മാത്രം എടുക്കുകയാണെങ്കിൽ ഒരു കാൽക്കുലേറ്റർ സ്ക്രീനാണ്. നിങ്ങൾ കാൽക്കുലേറ്റർ സ്ക്രീനിൽ നിങ്ങൾ ഞെക്കി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 8 എന്ന് കാണാൻ കഴിയും. ഒരു 8ലാണ് 0, 1, 2, 3, 4, 5, 6, 7, 8, 9 എല്ലാം വരും. അപ്പൊ ഒറ്റ 8 എന്ന് പറയുന്ന സ്ക്രീനിൽ ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒറ്റ 8ൽ നിന്ന് നിങ്ങൾക്ക് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അക്കങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ ഇപ്പോഴത്തെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത് ബിറ്റിലാണ്. ഇപ്പൊ ക്ലാസിക്കൽ കമ്പ്യൂട്ടിങ്ങിൽ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ എല്ലാ ഡിവൈസസിലും ബേസിക് ഫണ്ടമെന്റൽ യൂണിറ്റ് എന്ന് പറയുന്ന ബിറ്റാണ്. ബിറ്റിന് 2 പോസിബിലിറ്റീസ് ആണ്, 0 and 1 പോസിബിലിറ്റി. ഇനി ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വരുമ്പോഴത്തേക്കും ആ പോസിബിലിറ്റി അങ്ങോട്ട് മാറി 0, 1 എന്നുള്ള പോസിബിലിറ്റി അല്ല. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ ബിറ്റിന് പകരം നമ്മൾ ആ ഫണ്ടമെന്റൽ യൂണിറ്റിനെ ക്യൂബിറ്റ് എന്ന് വിളിക്കും. അപ്പൊ അവിടെ ഈ പറയുന്ന പോസിബിലിറ്റി 0 ഉം 1 മാത്രമല്ല,
ഈ 0-1 കൂടുതൽ പോസിബിലിറ്റീസ് ഉണ്ട്. ഞാൻ നേരത്തെ ആ ഒരു പറഞ്ഞ എക്സാമ്പിളിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. പൂച്ചയുടെ കാര്യത്തിൽ പൂച്ച മരിച്ചോ ജീവിച്ചോ എന്നുള്ള പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ. പക്ഷെ എൻ്റെ കാര്യത്തിലോ, ഞാൻ ഭർത്താവാണ്, ഞാൻ സാറാണ്, ഞാൻ മകനാണ്, ഞാൻ ഫ്രണ്ടാണ്, പിന്നെ ഞാൻ ഇപ്പോൾ ഈ പറയുന്ന മ്യൂസീഷ്യനാണ്, ഞാൻ ഫോട്ടോഗ്രാഫറാണ്, ഇതെല്ലാം ഉണ്ട്. അപ്പൊ എത്ര പോസിബിലിറ്റീസ് ആണ്. അപ്പൊ ഞാൻ ക്യൂബിറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരുപാട് പോസിബിലിറ്റീസ് ഈ പറയുന്ന ഫണ്ടമെന്റൽ യൂണിറ്റിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അങ്ങനെ വരുമ്പോഴത്തേക്കും സ്റ്റോറേജ് ഡിവൈസസിന്റെ കപ്പാസിറ്റി ഭയങ്കരമായിട്ട് കൂടും. അതുപോലെ തന്നെ ഈ ഫങ്ഷണൽ എഫിഷ്യൻസിയും ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ നമ്മൾ നമ്മുടെ കാൽക്കുലേറ്ററിൽ ടാപ്പ് ചെയ്യുന്ന പോലെ തന്നെ ഒരു സ്വിച്ച് നെക്കി കഴിഞ്ഞാൽ നമുക്ക് 0 വരുന്നു, ഒരു സ്വിച്ച് നെക്കി കഴിഞ്ഞാൽ 1 വരുന്നു, ഒരു സ്വിച്ച് നെക്കി കഴിഞ്ഞാൽ 2 വരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഡെഡിക്കേറ്റഡ് സ്വിച്ചസ് വെച്ചിട്ട് നമുക്ക് ഈ ഒറ്റ ക്യൂബിറ്റിൽ സ്റ്റോർ ചെയ്ത ഇഷ്ടംപോലെ ഇൻഫോർമേഷൻസ് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ക്വാണ്ടം മെക്കാനിക്സിന്റെ അല്ലെങ്കിൽ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന്റെ ഏറ്റവും വലിയ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ഫിനോമിനൻ. അപ്പൊ അത് കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഇതിന്റെ ഭയങ്കര സ്പീഡ് കൂടും. ഇപ്പൊ നമ്മൾ മൊബൈൽ എടുക്കുകയാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് പ്രോസസ്സറിൽ എടുക്കുന്നു അല്ലെ. ഇപ്പൊ നമ്മൾ വിൻഡോസ് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ വിൻഡോസ് 11 ആണ് എല്ലാവരും എടുക്കുന്നത്. ആരും വിൻഡോസ് 90s വിൻഡോസ്, പണ്ടത്തെ ആദ്യത്തെ കമ്പ്യൂട്ടർ ഓൺ ആയി വരുമ്പോൾ ഉള്ള വിൻഡോസ് ആരും യൂസ് ചെയ്യാറില്ലല്ലോ. കാരണം എന്താ? സ്പീഡ് ഇല്ല, ഫാസ്റ്റ് അല്ല. അപ്പൊ ഇതിന് കാരണം എന്താ? ഈ പറയുന്ന സോഫ്റ്റ്വെയർ അപ്ഡേറ്റും അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം മാറുന്നതും പ്രോസസ്സറിന്റെ കപ്പാസിറ്റിയും ഒക്കെയാണ്. അപ്പൊ ആ പ്രോസസ്സറിന്റെ ഫണ്ടമെന്റൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഇനി ക്യൂബിറ്റ് ആയി കഴിഞ്ഞാൽ ഇതിനേക്കാളും പ്രതീക്ഷിക്കുന്നതിനേക്കാളും ഭയങ്കര സ്പീഡിലായിരിക്കും വരുന്നത്. അപ്പൊ ഇപ്പോൾ IBM എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ എന്റെ കുറച്ച് കാൽക്കുലേഷൻസ് നടത്തി കഴിഞ്ഞപ്പോൾ വേറൊരു സാറ് വഴിയാണ് എന്റെ കുറച്ച് കാൽക്കുലേഷൻസ് നടത്തി കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ സ്പീഡിലാണ് ആ കാൽക്കുലേഷൻ നടത്തുന്നത്. നോർമൽ കമ്പ്യൂട്ടറിന്റെ സ്പീഡിനേക്കാളും വളരെ വേഗതയിൽ കാൽക്കുലേഷൻ നടത്തുന്നത്. ഇതും ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ഇതും ക്വാണ്ടം മെക്കാനിക്സിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. ഒരുപക്ഷെ ഇതൊക്കെ കാണാൻ ഡെഫിനറ്റ്ലി നമ്മൾ ജീവിച്ചിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്വാണ്ടം മെക്കാനിക്കൽ പാർട്ടിക്കിളിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ പറയുന്ന ക്വാണ്ടം ടണലിംഗ് എന്ന് പറയുന്നത്. ടണലിംഗ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഇപ്പൊ ഇതാണ് ടണലിംഗ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമുക്കൊരു കുന്നുണ്ട്, ആ കുന്ന് കയറി ഇറങ്ങണം എന്നാണെങ്കിൽ നാച്ചുറലി നമ്മുടെ കയ്യിലൊരു പന്തുണ്ട്, അല്ലെങ്കിൽ നമ്മളാണ് ഈ പന്ത് എന്ന് കരുതും. നമ്മൾ ആ കുന്ന് കയറി അങ്ങോട്ട് താഴോട്ട് ഇറങ്ങണം. വേറൊരു പോസിബിലിറ്റി ഉണ്ട്, ഈ കുന്നിലൂടെ ഒരു തുരങ്കം തുറക്കുക. ഈ രണ്ട് പോസിബിലിറ്റീസ് ആണ് ആ കുന്ന് കിടക്കാനുള്ളത്. ക്ലാസിക്കൽ വേൾഡിൽ നമുക്ക് ഈ കുന്നിലൂടെ കയറി ഇറങ്ങാൻ മാത്രമേ സാധിക്കുള്ളൂ, കുന്ന് തുറക്കാൻ സാധിക്കില്ല. കുന്ന് തുറക്കണം എന്നാണെങ്കിൽ കുന്നിന്റെ ഈ ഭാഗം മുഴുവനും മാറ്റണം. പക്ഷെ ക്വാണ്ടം മെക്കാനിക്കൽ പാർട്ടിക്കിളിന് ഇതിന്റെ ആവശ്യമൊന്നുമില്ല. അവൻ കുന്ന് തുറക്കാണ്ട് തന്നെ മറ്റേ സൈഡിൽ വരാൻ ഈ ക്വാണ്ടം മെക്കാനിക്കൽ പാർട്ടിക്കിൾ സാധിക്കും. അത് അവന്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ്. ഇപ്പൊ പ്രേത സിനിമകളൊക്കെ നിങ്ങൾ കാണുകയാണെങ്കിൽ ഇപ്പൊ ആയുഷ്കാലം, ജയറാമിന്റെ പ്രേതങ്ങളെ കണ്ടിട്ട് പേടിക്കാത്തൊരു സിനിമ എന്റെ കുട്ടിക്കാലത്ത് അതാണ് ആയുഷ്കാലം. പ്രേതങ്ങളോട് സ്നേഹം തോന്നുന്ന ഒരു സിനിമയാണ്. അതിൽ ജയറാം ഒരു പ്രശ്നമില്ലാണ്ട് ജയിലിന്റെ അകത്തേക്ക് പോകും, ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പറയുന്നത്. അപ്പൊ ആ ജയിൽ എന്ന് പറയുന്നത് ഒരു പൊട്ടൻഷ്യൽ ബാരിയർ എങ്കിൽ, ഒരു കുന്നെങ്കിൽ, നമുക്ക് കടക്കാൻ കഴിയാത്തൊരു സാധനമെങ്കിൽ അതിൽ കൂടെ പാസ് ചെയ്യാൻ ഈ പറയുന്ന ജയറാമിന് പറ്റും, അല്ലെങ്കിൽ പ്രേതത്തിന് പറ്റും എന്ന് പറയുന്ന പോലെ തന്നെ ക്വാണ്ടം മെക്കാനിക്സിന് പറ്റും. ഒരു എക്സാമ്പിൾ ഞാൻ സാധാരണ പറയുന്നത് വന്ദനം സിനിമയിലെ ക്ലൈമാക്സ് ഒരു പക്ഷേ ക്വാണ്ടം മെക്കാനിക്കൽ വേൾഡിൽ നടന്നിരുന്നെങ്കിൽ ഇതിന്റെ ഫെയ്റ്റ് തന്നെ ഡിഫറെന്റ് ആയിരുന്നു. ഈ ക്ലൈമാക്സ് കണ്ടിട്ട് കരയാത്തവരായിട്ടുള്ള ആൾക്കാർ വളരെ കുറവായിരിക്കും. കാരണം ഗാഥ ഫോൺ വിളിക്കാമെന്ന് പറയുന്നു, പറഞ്ഞ സമയത്ത് ഫോൺ വിളിക്കുന്നില്ല. മോഹൻലാൽ സങ്കടപ്പെട്ടിട്ട് ഡോറ് ലോക്ക് ചെയ്തിട്ട് കീ വലിച്ചെറിഞ്ഞ ഉടനെ തന്നെ ഗാഥ ഫോൺ വിളിക്കുന്നു, ഡോറ് തുറക്കാൻ പറ്റുന്നില്ല. കീ അന്വേഷിച്ച് പോകുന്നു, കീ വന്ന് ഡോറ് തുറന്ന് ഹലോ പറയുമ്പോഴത്തേക്കും ഗാഥ ഫോൺ വെക്കുന്നു. അവസാനം ഒരു എന്താ പറയാ, അങ്ങനെ. ഇത് ക്വാണ്ടം മെക്കാനിക്കൽ വേൾഡിലായിരുന്നെങ്കിലോ മോഹൻലാൽ ക്വാണ്ടം പാർട്ടിക്കിളായാനെ, ഗാഥ ക്വാണ്ടം പാർട്ടിക്കിളായാനെ. ഗാഥ ഫോൺ വിളിക്കുമ്പോൾ കൃത്യമായിട്ട് മോഹൻലാലിന്റെ ആ ഡോറിൽ കൂടെ കീ ഇല്ലാണ്ട് തന്നെ നമുക്ക് ആ ഫോൺ എടുത്ത് ഒരു പക്ഷേ മോഹൻലാലിന് സംസാരിക്കാൻ പറ്റുമായിരുന്നു. അവിടെ ക്വാണ്ടം മെക്കാനിക്സിന്റെ ടണലിംഗ് എഫക്റ്റ് ആണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഇവര് ക്ലൈമാക്സിൽ ഇവര് ഒരു ജംഗ്ഷനിൽ നിന്ന് കഴിഞ്ഞിട്ട് അപ്പുറത്തും കാറിൽ ഇവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു കാറിൽ മോഹൻലാലും ഒരു കാറിൽ ഗാദിയും. നേരത്തെ പറഞ്ഞ ഫോട്ടോസിന്തസിന്റെ സൂപ്പർ പൊസിഷൻ അങ്ങനെ ഒരു പ്രോപ്പർട്ടിയും കൂടി ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടായേനെ, ഇവര് ക്വാണ്ടം മെക്കാനിക്കൽ വേൾഡിലായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഏത് ഡയറക്ഷനിലൂടെ പോകണം, സിഗ്നലിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ഏത് ഡയറക്ഷനാണ് ബെസ്റ്റ് ഡയറക്ഷൻ എന്നുള്ള മോഹൻലാലും ഗാദിയും എന്ന് പറയുന്ന രണ്ട് ക്വാണ്ടം മെക്കാനിക്കൽ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി തീരുമാനിച്ചേനെ. അവർ നമ്മൾ അവിടെയെങ്കിലും കണ്ടുമുട്ടിയാനെ, പക്ഷേ ക്ലൈമാക്സ് തന്നെ മാറിയാനെ. അപ്പൊ അതിനൊക്കെ കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന ടണലിംഗ് ആണ്. അപ്പൊ ടണലിംഗ് എഫക്റ്റിന്റെ നമ്മൾ കെമിസ്ട്രി ക്ലാസ്സിൽ പഠിക്കുന്ന ഇതാണ്. യു ഹാവ് എൻ ഇലക്ട്രിക് ഫീൽഡ്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ബാരിയർ, അല്ലെങ്കിൽ ഒരു മതിൽ, അല്ലെങ്കിൽ ഒരു കുന്ന്. അതിൽ കൂടെ സാധാരണ ഒരു ഇലക്ട്രോണിനോ അല്ലെങ്കിൽ മാസീവ് പാർട്ടിക്കിൾസിനോ കിടക്കാൻ പറ്റില്ല. പക്ഷെ ക്വാണ്ടം മെക്കാനിക്കൽ ആയിട്ടുള്ള ഇലക്ട്രോൺ എന്നുള്ള പാർട്ടിക്കിൾ പോകാൻ പറ്റില്ല, പക്ഷെ ഇലക്ട്രോൺ എന്നുള്ള വേവിന് പോകാം. ഇതും വെറുതെ ആൾക്കാർ പറയുന്നതാണോ? അല്ല, മാത്തമാറ്റിക്കൽ മാത്രമല്ല, ഇതിനെ ബേസ് ചെയ്തിട്ട് ഇൻസ്ട്രുമെന്റ് തന്നെയുണ്ട്. ടണലിംഗ് സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പി എന്ന് പറയും, STM. അല്ലെങ്കിൽ ഈ സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പിയിൽ നമുക്കൊരു STM ടിപ്പ് ഉണ്ട്, താഴെ ഒരു റിസീവർ ഉണ്ട്. ഇതിന്റെ മുകളിൽ നമ്മൾ നമ്മുടെ സാമ്പിൾ വെക്കും.
അപ്പൊ നമ്മുടെ സാമ്പിളിന്റെ അകത്ത് ഇപ്പൊ എന്റെ റിസർച്ചിനൊക്കെ ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സാമ്പിളിന്റെ അകത്തുള്ള സർഫസിലുള്ള അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ, അത് സർഫസിൽ റഫാണോ അതിന്റെ അകത്തുള്ള ഫീച്ചേഴ്സ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ സംഭവിക്കുന്ന എന്താണ്, ഈ ടിപ്പിൽ നിന്ന് ഇലക്ട്രോൺ ഇതിൽ കൂടെ കടന്നു പോകും. അപ്പൊ സാമ്പിളിൽ കൂടെ കടന്നു പോയിട്ട് റിസീവറിലേക്ക് വരും. അപ്പൊ ടിപ്പിന്റെയും ഈ സാമ്പിളിന്റെയും ഇടയിൽ ഈ ആരോ കാണുന്നുണ്ടല്ലോ, അവ വാക്യൂമാണ്. ഇലക്ട്രോൺ പൊതുവേ അതിൽ കൂടെ കടക്കാൻ പാടില്ല, അതൊരു പൊട്ടൻഷ്യൽ എനർജി ബാരിയർ. എന്നിട്ടും കൂടി ഇലക്ട്രോൺ അത് കടക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അത് ടണലിംഗ് എഫക്ട് കൊണ്ട് തന്നെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ടണലിംഗ് എഫക്റ്റിന്റെ മറ്റൊരു അപ്ലിക്കേഷൻ അമോണിയ എന്ന് പറയുന്ന ഒരു മോളിക്യൂളുടെ അംബ്രല എഫക്റ്റ് ആണ്. നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല, ഞാൻ അതൊക്കെ സ്കിപ്പ് ചെയ്യുന്നു. പിന്നെ റേഡിയോ ആക്ടിവിറ്റി സംഭവിക്കുന്നുണ്ടോ? ഒരു പാരൻ ന്യൂക്ലിയറിൽ നിന്ന് ഇപ്പോൾ ന്യൂക്ലിയർ ഫിഷൻ ബോംബ്, നമ്മുടെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ഇട്ട ന്യൂക്ലിയർ ബോംബിൽ നിന്ന് ഒരു യുറേനിയം പൊട്ടിത്തെറിച്ച് അതിന്റെ ഡോട്ടർ ന്യൂക്ലിയ, ചെറിയ ന്യൂക്ലിയ വരുന്നുണ്ടെന്നാണെങ്കിൽ അതിന് കാരണം ഈ പറയുന്ന ടണലിംഗ് എഫക്റ്റ് ആണ്. കാരണം ഒരു പാരന്റിൽ നിന്നും ഒരു ആൽഫ പാർട്ടിക്കിൾ മുതലായ കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോഴാണ് ഒരു ഡോട്ടർ ന്യൂക്ലിയ അവിടെ ജനിക്കുന്നത്. അപ്പൊ ഈ ആൽഫ പാർട്ടിക്കിളിനെ പുറത്തേക്ക് വരുത്താൻ ഈ പാരൻ ന്യൂക്ലിയ സമ്മതിക്കില്ല. എന്നിട്ടും കൂടി ഈ ആൽഫ പാർട്ടിക്കിൾ പുറത്തേക്ക് എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ടണലിംഗ് എഫക്റ്റ് കൊണ്ടാണ്. അപ്പം നമ്മുടെ കയ്യിൽ ഇപ്പൊ നിങ്ങൾ എന്റെ ക്യാമറ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ആൽഫ പാർട്ടിക്കിൾ ഉണ്ട്, ഭയങ്കര പോസിറ്റീവായിട്ട് ന്യൂക്ലിയസിന്റെ, അതിൽ നിന്നും ഒരു ആറ്റം പുറത്തേക്ക് വരികയാണ്. ഇല്ല, ഇവൻ സമ്മതിക്കൂല, പിടിച്ചു നിർത്താനേ നോക്കുള്ളൂ. എന്നിട്ടും കൂടി അവൻ പുറത്തേക്ക് വരുന്നുണ്ടെന്നാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിന്റെ ഒരു ചെറിയ പ്രോബബിലിറ്റി പുറത്ത് കിടക്കുന്നതുകൊണ്ടാണ്. ആ പ്രോബബിലിറ്റിനെ സഹായിക്കുന്ന ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ഉണ്ടെന്നാണെങ്കിൽ നമ്മൾ പുറത്തേക്ക് വരുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ സൂര്യൻ കത്തിജ്വലിച്ച് നമുക്ക് ഈ പറയുന്ന ലൈറ്റ് ഒക്കെ തരാൻ കാരണം, ഒരിക്കൽ പക്ഷേ സൂര്യന്റെ നാശത്തിനും കാരണം എന്ന് പറയുന്നത് ഹൈഡ്രജന്റെ ബേണിംഗ് ആണ്, ഹീലിയമായിട്ട്. ഈ രണ്ട് ഹൈഡ്രജൻ നിങ്ങളൊന്ന് കൂട്ടിമുട്ടിക്കാൻ നോക്കൂ, അവൻ മുട്ടത്തൊന്നുമില്ല. ഒരു പരിധി വരെ ഈ ഹൈഡ്രജനെ നമുക്ക് അടുത്തേക്ക് കൊണ്ടുപോകാൻ പറ്റും, പക്ഷെ ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ ഈ ഹൈഡ്രജൻസിനെ പരസ്പരം കൊളൈഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അവർ റിപ്പിൾ ചെയ്യും, രണ്ട് ന്യൂക്ലിയസ് വരുന്നത്. എന്നിട്ടും കൂടി അവരെ കൊളൈഡ് ചെയ്യുന്നുണ്ടെന്നാണെങ്കിൽ, ഹൈ ടെമ്പറേച്ചർ കണ്ടാണ് ഡെഫിനറ്റ്ലി, എന്നിട്ടും കൂടി ആ കൊളൈഡ് ചെയ്യുന്നുണ്ടെന്നാണെങ്കിൽ ആ രണ്ട് ഹൈഡ്രജൻ ന്യൂക്ലിയയുടെയും ക്വാണ്ടം മെക്കാനിക്കൽ നേച്ചർ ഉള്ളതുകൊണ്ടാണ്. ഇവർ ടണൽ ചെയ്തിട്ട് പരസ്പരം മിക്സ് ചെയ്യുന്ന ചില റീജിയൻസ് ഉണ്ട്, അവിടെ മിക്സിംഗ് പ്രോബബിലിറ്റി കൂടിയിട്ടാണ് ഇവർ തമ്മിൽ കൊളൈഡ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ലൈഫ് ഫോമിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നതും ഈ പറയുന്ന ടണലിംഗ് എഫക്റ്റ് ആണ്. അതുപോലെ തന്നെ ക്വാണ്ടം തവള, ഒരു തവള ടാപ്പോൾ ഉണ്ടായതിനു ശേഷം പണ്ട് ചെറുപ്പത്തിൽ, വളരെ ചെറുപ്പത്തിൽ മഴയൊക്കെ പെയ്യുമ്പോൾ കാലിൽ വളങ്കടിയൊക്കെ വരുന്ന സമയം, ഇപ്പോഴൊന്നും വളങ്കടി കിട്ടുന്നില്ല, കാരണം മണ്ണിലൊന്നും കളിക്കാറില്ല. അപ്പോൾ മീനും തവളയൊക്കെ ചിലപ്പോൾ വെള്ളത്തിൽ കൂടെ ഒഴുകി വരും. അപ്പൊ ഈ കൊച്ചു കുട്ടീനെ കാണുമ്പോൾ, കൊച്ചു ജീവനെ കാണുമ്പോൾ തവളയാണോ മീനാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല, അത്രയും ചെറുതായിരിക്കും. ഇതിന്റെ വാല് മുറിയുന്നൊരു പ്രോസസ്സ് ഉണ്ട് അല്ലേ, ഈ കൊളേജിന്റെ ഒരു പ്രോസസ്സാണ്. അതിന്റെ മെക്കാനിസത്തിലേക്ക് ഞാൻ പോകുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വാല് മുറിയുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ വെച്ചിട്ടാണ്. ആ കെമിക്കൽ റിയാക്ഷനിൽ ഒരു H+ പ്രോട്ടോൺ ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. ഈ പ്രോട്ടോൺ ട്രാൻസ്ഫറും ടണലിംഗ് എഫക്റ്റ് കാരണമാണ് നടക്കുന്നത്, നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന കുറെ എൻസിമാറ്റിക് ആക്ടിവിറ്റീസ് ഉണ്ട്, എൻസൈംസ് എന്ന് പറയുന്ന പ്രോട്ടീൻസ്. അതായത് ഓരോ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന, ശരീരത്തിൽ നടക്കുന്ന റിയാക്ഷൻസിനെ കാറ്റലൈസ് ചെയ്യുന്ന ഒരുപാട് മെക്കാനിസംസ് ഉണ്ട്. ആ കാറ്റലിസിസിൽ, ഈ പറയുന്ന എല്ലാ കാറ്റലിസിസിനും ഒരു പ്രോട്ടോൺ അങ്ങോട്ട് വരും, ഒരു ഇലക്ട്രോൺ അങ്ങോട്ട് ചാടും, ഇങ്ങനെ ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. അപ്പൊ ഈ ഇലക്ട്രോൺ ചാടാനും പ്രോട്ടോൺ എന്ന് പറയുന്ന H+, ആസിഡ് എന്ന് പറയുന്ന H+ ചാടാനും ഒന്നും ഈ പറയുന്ന പൊട്ടൻഷ്യൽ ബാരിയർ അല്ലെങ്കിൽ വാക്യൂം സമ്മതിക്കില്ല, അല്ലെങ്കിൽ വാക്യൂം അല്ല, അവിടുത്തെ മീഡിയം സമ്മതിക്കില്ല. അപ്പൊ അവിടെ ഒരു പൊട്ടൻഷ്യൽ ബാരിയർ എപ്പോഴും ഉണ്ട്. അപ്പോഴും ടണലിംഗ് എഫക്റ്റ് കൊണ്ടാണ് നമ്മുടെ ബോഡിയിലുള്ള പല ബയോളജിക്കൽ പ്രോസസ്സും നടക്കുന്നത്. നമ്മുടെ ബോഡിയിൽ നടക്കുന്നതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നമ്മൾ ഓക്സിജൻ ശ്വസിച്ചു കഴിഞ്ഞാൽ അത് നേരെ മൈറ്റോകോൺട്രിയയിലേക്കാണ് പോകുന്നത്. നമ്മുടെ ശ്വസന പ്രക്രിയയിലൂടെ ലങ്സിലെത്തിയ സാധനം ഹീമോഗ്ലോബിൻ കളക്ട് ചെയ്ത് മൈറ്റോകോൺട്രിയയിലേക്ക് എത്തിച്ചിട്ട് എന്താണ് അത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസാനം നമുക്ക് ആവശ്യമുള്ള അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ATP, നമ്മുടെ എനർജി റിച്ച് മോളിക്യൂൾ സിന്തസൈസ് ചെയ്യും. ആ സിന്തസൈസ് ചെയ്യുന്നതിന്റെ ഇടയ്ക്കും അവസാനം ഒരു ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്, അവിടെ H+ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. ഈ മെക്കാനിസത്തിലെല്ലാം ഈ പറയുന്ന ക്വാണ്ടം എഫക്ട്സ് ഉണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ ഒരു ടോപ്പിക്കും കൂടി പറഞ്ഞ് ഞാൻ ക്വാണ്ടം മെക്കാനിക്സ് അവസാനിപ്പിക്കാൻ വരും, കാരണം നിങ്ങളുടെ സമയം ഞാൻ കളയുന്നില്ല. ഒരു 5 മിനിറ്റും കൂടി. ഒരുപക്ഷെ എവല്യൂഷൻ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ഞാൻ എവല്യൂഷന്റെ കാര്യം പറഞ്ഞു നിർത്താം. നമ്മൾ കുരങ്ങന്മാരിൽ നിന്നും ഉണ്ടായതല്ല എന്നുള്ളതാണ്, പക്ഷെ ഇപ്പോഴും ആൾക്കാർ അത് വിശ്വസിക്കുന്നു. നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ കസിൻസ് എന്ന് പറയുന്നത് ചിമ്പാൻസീസും ബോണോബോസുമാണ്. അപ്പൊ ചിമ്പാൻസീസും ബോണോബോസിന്റെയും ഏറ്റവും അടുത്ത കസിൻ നമ്മളാണ്, കാരണം നമുക്ക് 3 പേർക്കും കൂടി ഒരു കോമൺ ആൻസസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോ ഈ ദോശമാവ് നമ്മൾ ദോശയോ ഇഡ്ലിയോ ആക്കും എന്ന് പറയുന്ന പോലെ നമ്മുടെ കോമൺ ആൻസസ്റ്ററായ ആ മാവിൽ നിന്ന് ദോശയായിട്ട് പരിണമിച്ചത് നമ്മളും, ഇഡ്ലിയായിട്ട് പരിണമിച്ചത് ഇവർ രണ്ടുപേരുമാണ്. ആ രീതിയിൽ വേണം മനസ്സിലാക്കാം. നമ്മുടെ ഏറ്റവും ക്ലോസസ്റ്റ് കസിനാണ് ചിമ്പാൻസീസും ബോണോബോസും. നമ്മുടെ 3 പേരുടെയും ക്ലോസസ്റ്റ് കസിനാണ് ഗൊറില്ല. അപ്പൊ നമുക്ക് 3 പേർക്കുമുള്ള ഒരു കോമൺ ആൻസസ്റ്റർ ഉണ്ടല്ലോ, അയാൾക്കും നമ്മുടെ ഗൊറില്ലയ്ക്കും ഒരു കോമൺ ആൻസസ്റ്റർ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ 4 പേർക്കുള്ള ഒരു കോമൺ ആൻസസ്റ്ററും ഈ ഓറാങ്കുട്ടനും ഒരു കോമൺ ആൻസസ്റ്റർ ഉണ്ടായിരുന്നു.
അപ്പൊ നമ്മുടെ ഏറ്റവും അടുത്ത കസിൻ എന്ന് പറയുന്നത് ചിമ്പാൻസീസ് എന്നും നമുക്ക് ബോണോബോസിനെ ഒഴിവാക്കാം. പിന്നെ അടുത്ത കസിൻ എന്ന് പറയുന്നത് ഗോറില്ലാസും, പിന്നെ അടുത്ത കസിൻ എന്ന് പറയുന്നത് ഒറാങ്കുട്ടനും. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ആഫ്രിക്കയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ വന്നത്. വി ആർ ആഫ്രിക്കൻസ് എന്നുള്ള മെസ്സേജും കൂടി നമുക്ക് തരുന്നുണ്ട്. കാരണം ഇതിൽ ചിമ്പാൻസിയും ബോണോബോസും ഗോറില്ലാസും എല്ലാവരും ആഫ്രിക്കൻ ഒറിജിൻ ആണ്. ഒറാങ്കുട്ടൻ മാത്രമേ ഉള്ളൂ ഏഷ്യൻ ആയിട്ടുള്ളൊരു ഏപ്പ്. അപ്പൊ നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സ് ആഫ്രിക്കൻ ഒറിജിൻ ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി വി ക്യാൻ സർട്ടൻലി സേ ദാറ്റ് വി ആർ ആഫ്രിക്കൻ. അപ്പൊ ഇങ്ങനെ പല രീതിയിലുള്ള പല ട്രീ ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ കാരണം ബേസിക് കാരണം എന്താണ്? മ്യൂട്ടേഷൻ. ഇപ്പൊ ഒരു പന്നിക്ക് ഉണ്ടായ 5 കുട്ടികളാണ്, ഒരു കുട്ടി മാത്രം ഇങ്ങനെ ആയിപ്പോയി. അതിന് കാരണം എന്താ? മ്യൂട്ടേഷൻ. ബയോളജിയിൽ വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് മ്യൂട്ടേഷൻ. എന്നാൽ ഈ മ്യൂട്ടേഷനും ക്വാണ്ടം മെക്കാനിക്സിൽ എഫക്റ്റ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുമോ? ഈ മ്യൂട്ടേഷൻ വരാൻ കാരണം എന്താ? ഈ പറയുന്ന ജനറ്റിക് കോഡ് ജനറ്റിക് മെറ്റീരിയൽ ആണ്. നമ്മുടെ DNA ഉള്ള അഡിനീൻ, തൈമീൻ, ഗ്വാനീൻ, സൈറ്റോസിൻ എന്ന് പറയുന്ന ആൾക്കാരുടെ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. അപ്പൊ ഈ ATGC പെയർ എങ്ങനെ ഏത് സീക്വൻസിലാണോ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആ സീക്വൻസ് ആണ് നമ്മുടെ അടിമുടി കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, അല്ലെ? എൻ്റെ കണ്ണിന്റെ നിറം എന്താണ്, എൻ്റെ മുടി എപ്പോൾ കൊഴിയണം, മുടിയുടെ നിറം എന്താണ്, എൻ്റെ ബയോളജി എങ്ങനെ വർക്ക് ചെയ്യണം, എനിക്ക് ഏത് സമയത്ത് ഷുഗർ വരണം, അല്ലെ? ഈ എൻ്റെ കെമിക്കൽ സെക്രീഷൻ എങ്ങനെ സംഭവിക്കണം, ഞാൻ എങ്ങനെ ചിന്തിക്കണം, ഞാൻ എന്ത് സംസാരിക്കണം, എങ്ങനെയാണ് എൻ്റെ ബോഡിയിലുള്ള സകല മെക്കാനിസം നടക്കേണ്ടത്, ഞാൻ ആണാണോ വേണ്ട മുതലായ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഈ പറയുന്ന ജീൻസ് ആണ്. അല്ലെങ്കിൽ ഈ പറയുന്ന ATGC പെയറിന്റെ ആ ഒരു സീക്വൻസ് ആണ് തീരുമാനിക്കുന്നത്, അല്ലെ? അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ATGC സീക്വൻസിങ്ങിന് ചെറിയ ചെറിയ മിസ്റ്റേക്സ് വരുന്നതിനെയാണോ നമ്മൾ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ മിസ്റ്റേക്സ് എങ്ങനെയാണ് വരുന്നത്? സെക്സിന്റെ ടൈമിൽ മാത്രമാണോ മിസ്റ്റേക്സ് വരുന്നത്? നിർബന്ധമില്ല. അങ്ങനെ മ്യൂട്ടേഷൻ വരാൻ ഒരു പ്രത്യേക കാരണം എന്ന് പറയുന്നത് ഈ സ്ട്രക്ചറാണ്. ഇത് അഡിനീൻ തൈമീന്റെ സ്ട്രക്ചറാണ്. അഡിനീൻ തൈമീൻ, ഇപ്പൊ അഡിനീൻ തൈമീൻ ഗ്വാനീൻ സൈറ്റോസിൻ എന്ന് പറയുന്ന പെയറിൽ ഞാൻ അഡിനീൻ തൈമീൻ മാത്രം എടുക്കുന്നു. അതിന്റെ അഡിനീൻ തൈമീന്റെ സ്ട്രക്ചറാണ് ഇങ്ങനെ ഇരിക്കുന്നത്, അഡിനീനും തൈമീനും. അപ്പോൾ അഡിനീനും തൈമീനും, അപ്പൊ അതിൽ സ്ട്രക്ചറിൽ അഡിനീന്റെ കയ്യിൽ ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടെന്നാണെങ്കിൽ തൈമീന്റെ അവിടെ ഒരു ഹൈഡ്രജൻ ബോണ്ടിങ്, ഇവിടത്തെ മോളിക്യൂൾ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടെന്നാണെങ്കിൽ ഇതുമായിട്ടൊരു ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇവർ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഫോഴ്സിന്റെ പേര് ഹൈഡ്രജൻ ബോണ്ടിങ് എന്നാണ്. ഇപ്പൊ നിങ്ങൾക്ക് എന്റെ കേഴ്സർ കാണാമെങ്കിൽ ഇവിടുത്തെ ഹൈഡ്രജനും ഇവിടുത്തെ നൈട്രജനും തമ്മിൽ ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. ഈ ആരോ കാണിച്ചിരിക്കുന്ന ആ ബോണ്ടിങ് ആണ്, സെക്കൻഡറി ഫോഴ്സ് എന്നൊക്കെ പറയും. അപ്പൊ ഇവരെ തമ്മിൽ അടുപ്പിച്ച് നിർത്തുന്നത് ഈ ഡയഗ്രത്തിൽ കാണുന്ന ഈ ഡോട്ടഡ് ലൈൻസ് എന്ന് പറയുന്ന ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. അപ്പൊ ഇവരെ ഒരുമിച്ച് നിർത്തുന്നത് ഈ ഹൈഡ്രജൻ ബോണ്ടിങ്. അപ്പോ ഈ സ്ട്രക്ചറിൽ ഇവിടുത്തെ ഹൈഡ്രജനും ഇവിടുത്തെ നൈട്രജനും തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഹൈഡ്രജനും ഇവിടുത്തെ ഓക്സിജനും തമ്മിൽ ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. ഇനി രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രക്ചറിനെ ഈ സ്ട്രക്ചറായിട്ട് മാറ്റാം. എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ സ്ട്രക്ചറിലെ ഇവിടുത്തെ ഹൈഡ്രജൻ, ആ 0.181ന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഹൈഡ്രജനെ ഈ നീലയ്ക്ക് കൊടുത്തിട്ട് അതിന്റെ താഴെ കിടക്കുന്ന നീലയിലെ ഹൈഡ്രജനെ ചുമപ്പിന് കൊടുത്താൽ മതി. അപ്പോഴും ഈ ഹൈഡ്രജൻ ബോണ്ടിങ് നിലനിൽക്കും. അപ്പൊ 2 കേസിലും 2 ഹൈഡ്രജൻ ബോണ്ടിങ് വീതമുണ്ട്. അപ്പൊ രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈഡ്രജനെ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ ഈ മോളിക്യൂളിനെ എക്സ്ചേഞ്ച് ചെയ്യാം. അപ്പൊ ഈ മോളിക്യൂളിനെ എക്സ്ചേഞ്ച് ചെയ്യണമെന്നാണെങ്കിൽ അവിടെ ക്വാണ്ടം ടണലിംഗ് നടക്കണം. രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. ആദ്യത്തെ സ്ട്രക്ചർ രണ്ടാമത്തെ സ്ട്രക്ചറുടെ ടോട്ടോമെറിക് ഫോം ആണ്. നേരത്തെ ഞാൻ കീറ്റോ ഇനോൾ എന്ന് പറയുന്ന പോലെ. അപ്പൊ ഈ എക്സ്ചേഞ്ച് നടക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ്ചേഞ്ച് നടക്കുമ്പോൾ ക്വാണ്ടം ടണലിംഗ് കാരണമാണ്, അല്ലെങ്കിൽ ക്വാണ്ടം ടണലിംഗ് എന്നുള്ളൊരു മെക്കാനിസം ഉള്ളത് കൊണ്ടാണ് ഈ എക്സ്ചേഞ്ച് നടക്കുന്നത്. രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീനിൽ നിന്ന് ഒരു ഇൻഫോർമേഷൻ കോപ്പി ചെയ്യുമ്പോൾ നമ്മുടെ ജനറ്റിക് കോഡിന്റെ അകത്തുള്ള അഡിനീൻ തൈമീന്റെ സ്ട്രക്ചർ ഇതാണെങ്കിൽ കൊടുക്കുന്ന ഇൻഫോർമേഷൻ ആയിരിക്കില്ല ഇങ്ങനെ നിൽക്കുന്ന സ്ട്രക്ചർ കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അപ്പോ ഒരു മെസ്സഞ്ചർ ഒരു RNA വന്ന് ഇതിന്റെ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ ഇൻഫോർമേഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടി RNA വരുമ്പോഴത്തേക്കും അതിന്റെ സ്ട്രക്ചർ ഇതാണോ എന്ന് തീരുമാനിക്കുന്നത് ആ ടണലിംഗ് ആണ്. അപ്പോൾ ഇതാണ് സ്ട്രക്ചർ എങ്കിൽ കൊടുക്കുന്ന ഇൻഫോർമേഷനും ഇതാണ് സ്ട്രക്ചർ എങ്കിൽ കൊടുക്കുന്ന ഇൻഫോർമേഷനും രണ്ടും രണ്ടായിരിക്കും. അങ്ങനെയാണ് മ്യൂട്ടേഷൻ സംഭവിക്കുന്നത് എന്നുള്ളതും ഇന്നത്തെ കാലത്തെ ഒരു സ്റ്റഡിയാണ്. ഇതാണ് അതിൽ കാണിക്കുന്നത്. അപ്പൊ എന്റെ ഒരു റിസർച്ച് ഏരിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ മ്യൂട്ടേഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഈ മ്യൂട്ടേഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ളതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു ജനറ്റിക് കോഡ്, ഇപ്പൊ ഞാൻ തിയററ്റിക്കൽ ആസ്പെക്ടിൽ മാത്രമാണ് പറയുന്നത്, എക്സ്പെരിമെന്റൽ ആസ്പെക്ടിലല്ല. ഞാനത് തിയററ്റിക്കലി സ്റ്റഡി ചെയ്യുന്നുണ്ട്. എന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ജനറ്റിക് കോഡിൽ ഇപ്പൊ ഈ ഒരു സ്ട്രക്ചറിന് കാരണം ആണ്, ഇപ്പൊ ഒരു ഗായകൻ നന്നായിട്ട് പാടും, അതിന് കാരണം ഈ സ്ട്രക്ചർ ആണ്. ഇത് വളരെ വൈഡായിട്ടൊരു എക്സാമ്പിൾ ആണ്, പോസിബിലിറ്റിയാണ്. ഈ സ്ട്രക്ചർ ആണെങ്കിൽ ഈ പറയുന്ന ടോട്ടോമെറിക് ഫോം മ്യൂട്ടേഷൻ സംഭവിക്കാത്ത രീതിയിൽ എനിക്ക് ഈ മോളിക്യൂളിനെ മോഡിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈ സ്ട്രക്ചർ റീറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ അടുത്ത കുഞ്ഞിനും അതിന്റെ അടുത്ത കുഞ്ഞിനും അടുത്ത കുഞ്ഞിനും ഈ പ്രോപ്പർട്ടി നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റും. അതൊരു തരത്തിലുള്ള റിസർച്ച്. അതേസമയം ഈ സ്ട്രക്ചർ ക്യാൻസറിനാണ് കാരണമെങ്കിൽ
എന്റെ റിസർച്ച് വഴി അല്ലെങ്കിൽ നമ്മൾ തിയററ്റിക്കൽ പ്രൊപ്പോസ് ചെയ്ത വഴി നമുക്ക് അതിന്റെ സ്ട്രക്ചർ ഒരു പക്ഷേ മാറ്റി ഈ സ്ട്രക്ചറിലേക്ക് വരുത്താൻ പറ്റുകയാണെങ്കിൽ നാച്ചുറലി ഇവിടെ നിന്ന് കൊടുക്കുന്ന ഇൻഫോർമേഷൻ ആയിരിക്കില്ലല്ലോ ഇവിടെ നിന്ന് കൊടുക്കുന്നത്. അപ്പൊ ഈ സ്ട്രക്ചറിലേക്ക് വരുത്താൻ പറ്റുകയാണെങ്കിൽ ഒരു പക്ഷേ ക്യാൻസറിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇത് വൈഡായിട്ട് ഞാൻ വെറുതെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ എക്സാമ്പിൾ ആണ്, അല്ലാണ്ട് ഇതിന്റെ മെക്കാനിസം കൃത്യമായിട്ട് അങ്ങനെയാണ്. പക്ഷെ അതിന്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ എന്റെ വർക്കിന്റെ സ്റ്റഡി ഇങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഈ പറയുന്ന ടണലിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ആക്ച്വലി റീറ്റെയിൻ സം പ്രോപ്പർട്ടീസ് അറ്റ് ദ സെയിം ടൈം യു ക്യാൻ ടേക്ക് അവേ സം പ്രോപ്പർട്ടീസ്. അപ്പൊ ഇതാണ് ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്ന മറ്റൊരു റിസർച്ച്. അപ്പൊ ഇതിലും ക്വാണ്ടം മെക്കാനിക്സ് ഭയങ്കരമായിട്ട് ആക്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെയുള്ളത് ക്വാണ്ടം എൻടാങ്കിൾമെന്റ് ആണ്. മാഗ്നെറ്റോ റിസപ്ഷൻ അങ്ങനെ ഇനിയും പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ സമയം അതിക്രമിച്ചത് കൊണ്ട് ഞാൻ നിർത്തട്ടെ, അതോ ഞാൻ കണ്ടിന്യൂ ചെയ്യണോ? എത്രയായില്ലേ? എന്ത് പറയുന്നു? ഹലോ, ഓക്കെ, എല്ലാവർക്കും ഓക്കെ ആണോ? അപ്പൊ മ്യൂട്ടേഷൻ അത് കഴിഞ്ഞു. ഇനി മറ്റൊരു എക്സാമ്പിൾ ക്വാണ്ടം എൻടാങ്കിൾമെന്റ് എന്ന് പറയുന്നത്. ക്വാണ്ടം എൻടാങ്കിൾഡ് എന്ന് പറയുന്നത് രണ്ട് പാർട്ടിക്കിൾസ് തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ നിൽക്കുക. അപ്പൊ രണ്ട് പാർട്ടിക്കിൾസ് എൻടാങ്കിൾഡ് ആണെന്നാണെങ്കിൽ ആ രണ്ട് പാർട്ടിക്കിൾസിനെ നമ്മൾ എത്ര ദൂരത്തേക്ക് നമ്മൾ മാറ്റിയാലും, ഒരു പാർട്ടിക്കിൾ ഇവിടെ വെച്ചിട്ട് ഒരു പാർട്ടിക്കിളിനെ മറ്റൊരു ഗാലക്സി കൊണ്ട് വെച്ച് കഴിഞ്ഞാലും ആദ്യത്തെ പാർട്ടിക്കിൾ നമ്മൾ വരുത്തുന്ന ഒരു ഫിനോമിനൻ രണ്ടാമത്തെ പാർട്ടിക്കിളിന് മനസ്സിലാക്കാൻ കഴിയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇരട്ടകളിൽ ഒരാൾ അടിച്ചു കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് വേദനിക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അതും ക്വാണ്ടം മെക്കാനിക്സ് തമ്മിൽ ബന്ധമൊന്നുമില്ല, പക്ഷെ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുകയാണ്. അപ്പൊ ഒരാളെ തല്ലുമ്പോൾ മറ്റേ ആൾക്ക് അവിടെ ഫീൽ ചെയ്യും എന്ന് പറയുമ്പോൾ ആ ഇരട്ടകൾ തമ്മിൽ എൻടാങ്കിൾഡ് ആണെന്നാണ് അർത്ഥം. അപ്പൊ ക്വാണ്ടം മെക്കാനിക്സിൽ ഈ പറയുന്ന പാർട്ടിക്കിൾസിന് എൻടാങ്കിൾമെന്റ് ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. സോ ദർ ഇസ് എൻടാങ്കിൾമെന്റ് ബിറ്റ്വീൻ ദീസ് പാർട്ടിക്കിൾ. അപ്പൊ ഈ എൻടാങ്കിൾമെന്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാർട്ടിക്കിളെ നമ്മൾ തട്ടിക്കഴിഞ്ഞാൽ അത് ഫീൽ ചെയ്യുന്നത് മറ്റേ പാർട്ടിക്കിളിനാണ്. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് എന്താ പ്രയോജനം? കമ്മ്യൂണിക്കേഷൻ ഇത് യൂസ് ചെയ്യാം. ചൈനക്കാരത് ഡിസ്കവർ ചെയ്തിട്ടുണ്ട്, എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്തിട്ടുണ്ട്. 90 മൈലിൽ രണ്ട് ക്വാണ്ടം എൻടാങ്കിൾഡ് പാർട്ടിക്കിളിനെ 90 മൈൽസ് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു പാർട്ടിക്കിളിന് അവരൊരു ന്യൂട്രോൺ ആണെന്ന് തോന്നുന്നു, ന്യൂട്രോൺ കൊടുത്തു, ഒരു ഹൈ എനർജി ന്യൂട്രോൺ കൊടുത്തിട്ട് മറ്റേ പാർട്ടിക്കിളിൽ നിന്നും ആ കൊടുത്ത ന്യൂട്രോൺ റിട്രീവ് ചെയ്തു. ന്യൂട്രോൺ ആണോ എന്ന് എനിക്കറിയില്ല, ബട്ട് സ്റ്റിൽ ആദ്യത്തെ പാർട്ടിക്കിളിന് മറ്റൊരു ഹൈ എനർജി പാർട്ടിക്കിൾ കൊടുത്തിട്ട് എൻടാങ്കിൾഡ് ആയിട്ടുള്ള മറ്റേ ഫോട്ടോണിൽ നിന്നും അല്ലെങ്കിൽ മറ്റേ ഇതിൽ നിന്നും ആ പാർട്ടികൾ റിട്രീവ് ചെയ്തത്. അതായത് ഇപ്പൊ എനിക്കിപ്പോ ചങ്ങനാശ്ശേരിയിൽ ഞാൻ ആരുമില്ല, അപ്പൊ ഞാൻ ചെയ്യേണ്ടത് എൻടാങ്കിൾഡ് ആയിട്ട് ഒരു പ്രോട്ടോൺ എന്റെ കയ്യിലുണ്ട്, ചങ്ങനാശ്ശേരിയിലെ എന്റെ സുഹൃത്തിന് എനിക്ക് ആ ഒരു എന്താ പറയുക ഒരു കവർ കൈമാറണം, ഇന്നത്തെ ഓക്കെ പോട്ടെ ഒരു ഷവർമ കൈമാറണം എന്ന് കരുതും. അപ്പോ എന്റെ കയ്യിലുള്ള എൻടാങ്കിൾഡ് പാർട്ടികൾ ഞാൻ ഇവിടെ ഷവർമ കൊടുത്തു കഴിഞ്ഞാൽ എന്റെ സുഹൃത്തിന്റെ കയ്യിലുള്ള എൻടാങ്കിൾഡ് പാർട്ടികളിൽ നിന്നും ആ ഷവർമ ചങ്ങനാശ്ശേരിയിൽ ആ പുള്ളിക്ക് എടുക്കാൻ പറ്റും. ഇതാണ് ബേസിക് പ്രിൻസിപ്പിൾ ക്വാണ്ടം എൻടാങ്കിൾമെന്റിന്റെ. ഇത് കാണിച്ചിരിക്കുന്നത് ഈ പ്രേമിക്കുന്ന ആൾക്കാരുടെ ഇതാണ്. നമ്മൾ പ്രേമിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, വീട്ടിൽ ഒരിക്കലും അറിയും, അവസാനം നമ്മളെ പിടിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സെൻസ് ഉണ്ടാവും അല്ലെ, ഇന്ന സമയത്ത് നമ്മുടെ കാമുകൻ അല്ലെങ്കിൽ കാമുകി നമ്മളെ വിളിക്കും എന്നുള്ളൊരു സെൻസ് നമുക്കുണ്ടാവും. ആ സെൻസിനെയാണ് ഈ പറയുന്ന എൻടാങ്കിൾമെന്റ് എന്ന് പറയുന്നത്. ബേസിക്കലി അതാണ് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞാണ്. ഇതിനെയാണ് ഐൻസ്റ്റൈൻ സ്പൂക്കി ആക്ഷൻ അറ്റ് എ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ പറയുന്ന എൻടാങ്കിൾമെന്റ് ആണ് 2 വർഷം മുമ്പ് നോബൽ പ്രൈസ് കൊടുത്തത്. ഐൻസ്റ്റൈൻ ഇത് സമ്മതിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പാർട്ടിക്കിൾ നമ്മൾ ഇൻഫോർമേഷൻ കൊടുത്തിട്ട് സൈമിൾട്ടേനിയസ്ലി ആ പാർട്ടിക്കിളിന് ആ ഇൻഫോർമേഷൻ അവിടെ റിട്രീവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ലൈറ്റിനേക്കാൾ സ്പീഡിൽ ഇൻഫോർമേഷൻ പോയി എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഐൻസ്റ്റൈൻ അത് ഒരിക്കലും ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഐൻസ്റ്റൈൻ പറഞ്ഞത് സ്പൂക്കി ആക്ഷൻ അറ്റ് എ ഡിസ്റ്റൻസ് എന്നുള്ള രീതിയിലാണ് ഐൻസ്റ്റൈൻ അതിനെ പറഞ്ഞു തന്നെ. പക്ഷേ ഈ സ്പൂക്കി ആക്ഷൻ അറ്റ് എ ഡിസ്റ്റൻസ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ക്വാണ്ടം മെക്കാനിക്സ് എപ്പോഴും സത്യമാണ്. ഇതേവരെ ക്വാണ്ടം മെക്കാനിക്സിന്റെ ഇതിന് എഗൻസ്റ്റ് ആയിട്ട് നമുക്ക് ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ക്വാണ്ടം മെക്കാനിക്സിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി അല്ലെങ്കിൽ ഭംഗി എന്ന് പറയുന്നത്. ഈ സ്പൂക്കി ആക്ഷൻ അറ്റ് ഡിസ്റ്റൻസ് കൊണ്ട് നമുക്ക് ഇനി ഭാവിയിൽ ഇൻഫോർമേഷൻ ഭയങ്കര സ്പീഡിൽ നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് ഇപ്പൊ നമ്മൾ പണ്ട് ഫോൺ കറക്കണം അല്ലെ, വീട്ടിലിരുന്ന് കൊണ്ട് മാത്രമേ ദൂരെയുള്ള ഒരാളോട് സംസാരിക്കാൻ പറ്റുള്ളൂ. പണ്ട് ട്രങ്ക് കോളൊക്കെ ബുക്ക് ചെയ്യണമായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ലോ, വീഡിയോ കോൾ ചാറ്റിംഗ് പറ്റും, അല്ലെങ്കിൽ എന്താ പറയാ ഗൂഗിൾ വീഡിയോ, ഇപ്പൊ Gmeet, ഇപ്പൊ നമ്മൾ കാണുന്നത് തന്നെ ഞാൻ എവിടെയോ ഇരുന്ന് പ്രസന്റ് ചെയ്യുന്നു, നിങ്ങൾ എവിടെയൊക്കെ ഇരുന്ന് കാണും. ഇതുപോലെ തന്നെ നമുക്ക് ഒരുപക്ഷെ ഇൻഫോർമേഷൻ വളരെ സ്പീഡായിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ, ഒരുപക്ഷെ ആൾക്കാരെ തന്നെ അയക്കാൻ നമുക്ക് പറ്റും എന്നൊക്കെ അവകാശപ്പെടുന്നു. പക്ഷേ ബേസിക്കലി ഇത് ക്വാണ്ടം മെക്കാനിക്കൽ വേൾഡിലായതുകൊണ്ട് ആൾക്കാരെയൊക്കെ അയക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഇൻഫോർമേഷൻ ക്യാൻ ബി എഫക്റ്റീവ്ലി ട്രാൻസ്ഫർഡ് ബിക്കോസ് ഓഫ് ക്വാണ്ടം എൻടാങ്കിൾമെന്റ് എന്നുള്ളതാണ്. പിന്നെ ഈ പക്ഷികൾ പറക്കുന്നത്, മാഗ്നെറ്റോ റിസപ്ഷൻ എന്ന് പറയും. ഈ പക്ഷികൾ പറക്കുന്നതിന്റെ പുറകിലും ഒരു ക്വാണ്ടം മെക്കാനിക്സ് ഉണ്ട്. ഈ പക്ഷികൾ പറക്കുമ്പോൾ ഈ എന്താ പറയാ, വീട്ടിലൊക്കെ നമ്മുടെ പ്രാവൊക്കെ പറന്നിരിക്കുമ്പോൾ രാത്രി കാലങ്ങളിൽ ഇപ്പൊ പ്രാവുകൾ പറക്കാറില്ല അല്ലെ. അപ്പോ പ്രാവുകൾ യഥാർത്ഥത്തിൽ പറക്കുന്നത്, ഇപ്പൊ പ്രാവുകളിൽ ഇത് ടെസ്റ്റ് ചെയ്തിട്ടില്ല, യൂറോപ്യൻ റോബിൻ എന്ന് പറയുന്ന ഈ പക്ഷിയിലാണ് ഇത് ടെസ്റ്റ് ചെയ്തേക്കുന്നത്. ഇവർ പറക്കുന്നത് എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണെന്നുള്ളത് ഏറ്റവും വലിയ
അതായത് സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ലൈറ്റ് വന്ന് വീഴുമ്പോൾ ഈ പക്ഷികളുടെ കണ്ണുകളിലുള്ള ട്രൈ പ്രോട്ടീൻസ്, ക്രിപ്റ്റോക്രോം എന്ന് പറയുന്ന പ്രോട്ടീൻസ് എക്സൈറ്റഡ് ആവും. ഈ എക്സൈറ്റഡ് ആയി ഈ പറയുന്ന പ്രോട്ടീൻസ് റാഡിക്കൽ പെയർ ഉണ്ടായി. ഈ എക്സൈറ്റഡ് ആയി പറയുന്ന പ്രോട്ടീൻസ് അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഇലക്ട്രോൺസ്, ഉണ്ടാകുന്ന ഇലക്ട്രോൺസ് എൻടാങ്കിൾഡ് ആണ്. ഈ എൻടാങ്കിൾഡ് ഇലക്ട്രോൺസിന് രണ്ട് അവസ്ഥയുണ്ട്, സിംഗ്ലറ്റ് അവസ്ഥ, ട്രിപ്ലറ്റ് അവസ്ഥ എന്ന് പറയുന്ന രണ്ട് അവസ്ഥയാണ്. ഇത്തിരി ഫണ്ടമെന്റൽ കെമിസ്ട്രി ആണ്, അത് വിട്ടേക്കും. അപ്പോൾ ലൈറ്റ് വന്ന് ഈ പറയുന്ന പക്ഷികളുടെ കണ്ണിൽ വീഴുന്നു, കണ്ണിൽ നിന്നും ഈ പറയുന്ന ക്രൈ പ്രോട്ടീൻസിൽ എക്സൈറ്റഡ് ആകുന്ന ഇലക്ട്രോൺസ് എൻടാങ്കിൾഡ് ആവും. ഈ എൻടാങ്കിൾഡ് ആയ ഇലക്ട്രോൺസിന്റെ എൻടാങ്കിൾമെന്റ് ഉള്ളതും ഇല്ലാത്തതും ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഈ പറയുന്ന എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിന് പറ്റും. അതായത് എൻടാങ്കിൾഡ് ആയിട്ട് ഇലക്ട്രോൺസ് സിംഗ്ലറ്റ് നിൽക്കുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിൽ അത് ട്രിപ്ലറ്റ് ആയിട്ട് മാറാൻ ഈ പറയുന്ന എൻടാങ്കിൾഡ് ഇലക്ട്രോൺസ് മാറും. അങ്ങനെ എൻടാങ്കിൾമെന്റിന് വ്യത്യാസം വരും. ഈ എൻടാങ്കിൾമെന്റിന് വ്യത്യാസം വരുമ്പോൾ ഇത് സിംഗ്ലറ്റ് സ്റ്റേറ്റിലേക്കോ ട്രിപ്ലറ്റ് സ്റ്റേറ്റിലേക്കോ പോകും. സിംഗ്ലറ്റ് സ്റ്റേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ബേർഡിന്റെ തലയിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷനും ട്രിപ്ലറ്റ് സ്റ്റേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ബേർഡിന്റെ തലയിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ രണ്ടാണ്. ആ കെമിക്കൽ റിയാക്ഷൻ ആണ് ബേർഡ് ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്യണം തീരുമാനിക്കുന്നത്. അപ്പോൾ എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിൽ ഈ പറയുന്ന സിംഗ്ലറ്റ് ടു ട്രിപ്ലറ്റ് ട്രാൻസിഷൻ നടക്കുന്നതുകൊണ്ട് അപ്പോൾ ഉണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷൻ കാരണം ഈ ബേർഡിന് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് തിയററ്റിക്കലി സ്റ്റഡി ചെയ്തിട്ടുള്ളത്. അതിന്റെ ഒരു എക്സ്പെരിമെന്റൽ പ്രൂഫ് എന്ന് പറയുന്നത് ഇതിന് എംബ്ലൻ ഫണൽ എന്ന് പറയും. ഒരു ബേർഡ് കേജ് ആണ്. ഈ ബേർഡിനെ ഇവർ ഈ പറയുന്ന ഫണലിന്റെ അകത്തേക്ക് വെച്ചിട്ട് മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു. മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കാത്ത അവസ്ഥയിൽ ബേർഡിന്റെ കാലിൽ തേച്ചിരിക്കുന്ന കരി പല ഡയറക്ഷൻസിലേക്കാണ് പോകുന്നത്. അത് റാൻഡം ആയിട്ടുള്ള ഡയറക്ഷൻസ് സെലക്ട് ചെയ്യുന്നു. മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിൽ ഈ ബേർഡിന്റെ കാലിന്റെ കാൽപ്പാടുകൾ യൂണി ഡയറക്ഷനിലായിട്ടാണ് പോകുന്നത്. അപ്പൊ അത് തന്നെ മാഗ്നറ്റിക് ഫീൽഡിന് ബേർഡിന്റെ മൂവ്മെന്റിൽ ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്നുള്ളതിന്റെ തെളിവാണ്. അതിൽ കൂടുതൽ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഇതൊക്കെ തിയററ്റിക്കലി പ്രപ്പോസ് ചെയ്താണ്. ഇവിടെയും ക്വാണ്ടം മെക്കാനിക്സിന്റെ ഒരു ഇതുണ്ട്, ഇൻഫ്ലുവൻസ് ഉണ്ട്. പിന്നെ ഈ മണം, ഒരു പക്ഷേ ഇതും കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. നമ്മൾ മണക്കുന്നത്, നോർമലി മണക്കുന്ന ഒരു മെക്കാനിസം എന്ന് പറയുന്നത് റിസപ്റ്റർ മെക്കാനിസം ആണ്. അതായത് നമ്മുടെ നാക്കില് ഒരു ലൈക്ക് ആസിഡോ ബേസോ വല്ലതും വീഴുമ്പോൾ അതിന്റെ അകത്തുള്ള ഗ്രൂപ്പ്സ്, OH ഗ്രൂപ്പ്, NH2 ഗ്രൂപ്പ്, ആ ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പ് നാക്കിന്റെ അകത്തുള്ള റിസപ്റ്റേഴ്സുമായിട്ട് ഒരു ബോണ്ട് ഫോം ചെയ്തിട്ട് നമുക്ക് പല സെൻസേഷനും ഉണ്ടാവും. ആ രീതിയിൽ തന്നെയാണ് മണത്തിലും പല സെൻസേഷൻ ഉണ്ടാകുന്നു എന്നുള്ള ആൾക്കാർ വിചാരിച്ചുകൊണ്ടിരുന്നത്. അതായത് മണമുള്ള ഒരു സബ്സ്റ്റൻസ് നമ്മുടെ മൂക്കിന്റെ അകത്തേക്ക് പോകുന്നു, അവിടുത്തെ G പ്രോട്ടീനുമായിട്ട് അത് ബന്ധിക്കുന്നു, അത് കാരണം ഉണ്ടാകുന്ന ഒരു ഇന്ററാക്ഷൻ കാരണം നമുക്കൊരു മണം ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രക്ചറാണ് ഒരു മോളിക്യൂളിന്റെ മണം തീരുമാനിക്കുന്നതെങ്കിൽ ഒരേ സ്ട്രക്ചറുള്ള മോളിക്യൂൾസിന് ഒരേ മണം വേണ്ടേ? രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോളിക്യൂൾസിന്റെ സ്ട്രക്ചറിന് ഒരേ സ്ട്രക്ചർ, ഏകദേശം ഒരേ സ്ട്രക്ചർ ആണെങ്കിലും ഇവരുടെ മണം വ്യത്യാസമാണ്. ഇവിടെ സ്ട്രക്ചർ വ്യത്യാസമാണെങ്കിലും മണം സെയിം ആണ്. ഇത് നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? ഇത് കണ്ടോ, സ്ട്രക്ചർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ബാക്കിയുള്ള മോളിക്യൂൾസിന്റെ സ്ട്രക്ചറുകളൊക്കെ ഏകദേശം സെയിം ആണ്, പക്ഷെ മണത്തിന് വ്യത്യാസമാണ്. ഇത് സ്ട്രക്ചർ ടോട്ടലി ഡിഫറെന്റ് ആണ്, പക്ഷെ ഇവരുടെ മണം സെയിം ആണ്. ഒന്ന് നോക്കൂ, ഇവിടെ സെയിം സ്ട്രക്ചർ ഡിഫറെന്റ് ഓർഡർ, ഡിഫറെന്റ് സ്ട്രക്ചർ സെയിം ഓർഡർ. അപ്പോൾ സ്ട്രക്ചർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു ലോക്ക് ആൻഡ് കീ മെക്കാനിസം പോലെ ഒരു ഇന്ററാക്ഷൻ മെക്കാനിസം മാത്രമല്ല മണത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതില്ല എന്നല്ല, പക്ഷെ അത് മാത്രമല്ല മണത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊരു ഒരു എമർജിങ് ആയിട്ടുള്ളൊരു ഫീൽഡ്. അതിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇൻഎലാസ്റ്റിക് ഇലക്ട്രോൺ ടണലിംഗ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയും. അത് ക്വാണ്ടം ടണലിംഗിന്റെ മറ്റൊരു എക്സാമ്പിൾ ആണ്. ഇതിന് ഒരു എക്സ്പെരിമെന്റൽ റിസൾട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹണിബി അതിനെ അസിറ്റോഫീനോൺ എന്നുള്ള മോളിക്യൂളിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിന് ഭയങ്കര ഇഷ്ടമാണ്, ആ മണം അത് ഭയങ്കരമായിട്ട് സ്വീകരിക്കും. പക്ഷേ ഈ അസിറ്റോഫീനോണിന്റെ അകത്തുള്ള ഹൈഡ്രജൻ ആറ്റത്തെ നമ്മൾ ഡ്യൂറ്റീരിയം ആയിട്ട് മാറ്റിക്കഴിഞ്ഞാൽ കെമിക്കലി സെയിം തന്നെയാണ്. ഹൈഡ്രജൻ ഡി എന്ന് പറയുന്നത് അതിന്റെ അകത്തുള്ള ഒരു ന്യൂട്രോണിന്റെ എണ്ണം കൂടി അത്രേ ഉള്ളൂ. അപ്പോൾ ഡ്യൂറ്റീരിയം ആയിട്ട് മാറ്റി, അതിന്റെ ഒരു ഐസോട്ടോപ്പ് എന്ന് പറയും. ഡ്യൂറ്റീരിയം ആയിട്ട് മാറ്റി കഴിഞ്ഞാൽ കെമിക്കലി ഇത് അസിറ്റോഫീനോൺ തന്നെയാണ്, പക്ഷെ നമ്മുടെ ഹണിബി പേടിച്ചോടും. അതുപോലെ തന്നെ ചില സൾഫർ ഹൈഡ്രജൻ ബോണ്ട്സിനും ചില ബോറൈൻസിനും, സൾഫർ ഹൈഡ്രജൻ ബോണ്ടും ബോറൈനും രണ്ട് കെമിസ്ട്രിയാണ്. ഇവർ തമ്മിൽ യാതൊരു ബന്ധമില്ല, പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും സെയിം മണമായിട്ട് ഫീൽ ചെയ്യും. ചിലപ്പോൾ രണ്ട് ഡിഫറെന്റ് സാധനങ്ങൾക്ക് ഒരേ മണം നമുക്ക് ഫീൽ ചെയ്യാറില്ല. അപ്പൊ അതിന്റെ കാരണം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വാണ്ടം വൈബ്രേഷണൽ തിയറി എന്നാ പറയുക. കാരണം ബോറൈൻസിനും സൾഫർ ഹൈഡ്രജൻ ബോണ്ട്സിനും ഒരു കോമൺ വൈബ്രേഷണൽ ഫ്രീക്വൻസി ഉണ്ട്, 76 ടെട്രാഹെർട്സിന്റെ. ഈ വൈബ്രേഷനും നമ്മുടെ മൂക്കിന്റെ അകത്തുള്ള ഏതൊരു വൈബ്രേഷൻ തമ്മിൽ ഒരു കോറിലേഷൻ ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നതാണ് നമ്മൾ ഇനലാസ്റ്റിക് ഇലക്ട്രോൺ ടണലിംഗ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ക്വാണ്ടം വൈബ്രേഷണൽ തിയറി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അത് കൂടാണ്ട് ഡ്രഗ് ഡിസൈനിങ്, ഡ്രഗ് ഡെലിവറി ഇൻഡസ്ട്രിയിലും ഈ പറയുന്ന കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രി യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ മാർക്കറ്റ് എങ്ങനെ ഒരു ഡ്രഗ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റിന്റെ പ്രോട്ടീന്റെ സ്ട്രക്ചർ എടുത്തിട്ട് അതിനനുസരിച്ചുള്ള ഡ്രഗ് നമ്മൾ ഡിസൈൻ ചെയ്യുക ചെയ്യും. അപ്പൊ ടാർഗറ്റിന്റെ സ്ട്രക്ചർ ഇതാണ്. അപ്പൊ നമുക്കൊരു ഒരാൾക്കൊരു ഇപ്പൊ കൊറോണ അഫക്റ്റഡ് ആയ ഒരു ആൾക്ക് വന്നു കഴിഞ്ഞാൽ അയാളുടെ സ്രവം കളക്ട് ചെയ്തിട്ട് അതിൽ നിന്നും ആ വൈറസിന്റെ
ജിനോം അല്ലെങ്കിൽ ആ വൈറസിന്റെ സ്ട്രക്ചറൽ പ്രോട്ടീൻ എന്താണെന്ന് മനസ്സിലാക്കി, അതിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള മരുന്ന്, അതിന്റെ സ്ട്രക്ചറിന്റെ ആക്റ്റീവ് സൈറ്റിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു, ഞാൻ സ്പീഡിൽ പോകുന്ന സമയം അധികരിച്ച് കിടന്നുകൊണ്ട് മാത്രമാണ്, ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതാണ്, ക്ഷമിക്കുക. അപ്പോൾ ആ സ്ട്രക്ചറിനെ കോംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന മരുന്നുകളായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ മരുന്നുകൾ കൃത്യമായിട്ട് കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ, ഇവർ തമ്മിൽ എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്, ഇതിനെയൊക്കെ ക്വാണ്ടം മെക്കാനിക്കൽ സ്റ്റഡീസ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രി വെച്ചിട്ടാണ് നമ്മൾ നോർമലി ചെയ്യുന്നത്. ഈ കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രി വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പാരസിറ്റമോൾ, ഇപ്പോൾ ഈ OH നമുക്ക് ഇവിടെയും പിടിപ്പിക്കാം, ഇവിടെയും പിടിപ്പിക്കാം. അപ്പൊ ഈ 3 പിടിപ്പിക്കലിൽ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് പാരസെറ്റമോൾ ആണെന്ന് മനസ്സിലാക്കിയെന്നും പക്ഷേ കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രിയിലൂടെ ആയിരിക്കണം. അതുപോലെ തന്നെ ബോഡിയിൽ നടക്കുന്ന ഒരുപാട് മെക്കാനിസം എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് തിയററ്റിക്കലി നമ്മൾ കൊടുക്കുന്നത് കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രിയിലൂടെ. ഇതൊക്കെ എൻ്റെ തന്നെ പേപ്പറുകളാണ്, ക്വാണ്ടം മെക്കാനിക്കൽ സ്റ്റഡീസ് നടത്തിയിട്ടുള്ള എൻ്റെ തന്നെ കുറച്ച് ജേർണൽസ് ആണ്. അപ്പൊ ഇത് മെർക്കുറി ഡിറ്റക്ട് ചെയ്യുന്ന ഒരു കോമ്പൗണ്ടാണ്. ക്വിസാക്കിലെ ഒരു സാറിന് വേണ്ടി ചെയ്തു കൊടുത്താണ്. അപ്പോൾ അവരുടെ കോമ്പൗണ്ട് മെർക്കുറി ഡിറ്റക്ട് ചെയ്യും, മെർക്കുറി സെൻസ് ചെയ്യും. അപ്പോൾ മെർക്കുറി ടോക്സിസിറ്റി ഉണ്ടെന്നാണെങ്കിൽ ഈ കോമ്പൗണ്ട് കൊണ്ടുകഴിഞ്ഞാൽ സെൻസ് ചെയ്യും. പക്ഷെ എങ്ങനെ സെൻസ് ചെയ്യുന്നു, എവിടെ സെൻസ് ചെയ്യുന്നു എന്നുള്ളത് അവർക്കറിയില്ല. അപ്പൊ അത് കൃത്യമായിട്ട് ആ മോളിക്യൂളുടെ എവിടെയാണ് സെൻസ് ചെയ്യുന്നത്, സെൻസ് ചെയ്യുമ്പോൾ നടക്കുന്ന വ്യത്യാസങ്ങൾ എന്താണ്, മുതലായ കാര്യങ്ങളൊക്കെ ക്വാണ്ടം മെക്കാനിക്സിലൂടെ നടത്താൻ പറ്റി. ഇത് കേരള യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ഞാൻ ചെയ്തു കൊടുത്തൊരു ക്രിസ്റ്റലിന്റെ സ്ട്രക്ചറാണ്. ആ ക്രിസ്റ്റലില് ഫ്ലൂറിൻ ബോണ്ട് ഉണ്ട്. ഫ്ലൂറിൻ രണ്ട് ഫ്ലൂറിൻ ഒരു ആറ്റമാണ്. 2 ഫ്ലൂറിൻ ബോണ്ട് ഭയങ്കര റെയർ ആണ്. അപ്പൊ അതിന്റെ ഏത് ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്, അവരുടെ ബോണ്ടിങ്ങിന്റെ എനർജി എത്രയാണ്, അങ്ങനത്തെ ഈ ക്വാണ്ടം ഡിസ്ക്രിപ്റ്റേഴ്സ് എന്ന് പറയും. ഇതൊക്കെ ക്വാണ്ടം മെക്കാനിക്കൽ സ്റ്റഡിയാണ്. ഇത് ചെയ്തു കൊടുത്തൊരു വർക്കാണ്. അതുപോലെ തന്നെ ക്വിസാറ്റിൽ നിന്നും മറ്റൊരു കൊളാബറേഷൻ ആണ്. ഈ സെൻസിങ് ഒക്കെ എങ്ങനെയാണ് ഓൺ ഓഫ് സെൻസിങ് നടത്തുന്നത്, ഇത് എൻ്റെ തീസസിന്റെ ചാപ്റ്ററിൽ നിന്നൊരു വർക്കാണ്. എൻ്റെ മോളിക്യൂളുടെ ഐസോമറൈസേഷൻ സ്റ്റഡീസ്, അതായത് എൻ്റെ മോളിക്യൂൾ ഒരു ഡ്രഗ് ഡെലിവറി സിസ്റ്റമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഡ്രഗ് ഡെലിവറി സിസ്റ്റമായിട്ടുള്ള മോളിക്യൂളുടെ ഏത് സ്ട്രക്ചറാണ് ഡ്രഗ് നന്നായിട്ട് ഡെലിവർ ചെയ്യുന്നത്, ഏത് സ്ട്രക്ചറാണ് ഡ്രഗ് കൃത്യമായിട്ട് ശരീരത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്, മുതലായ കാര്യങ്ങളെല്ലാം ഈ പറയുന്ന ക്വാണ്ടം മെക്കാനിക്സ് കൊണ്ടാണ് പഠിച്ചത്. അതുകൂടാണ്ട് ഇപ്പൊ ക്വാണ്ടം മെക്കാനിക്സിന്റെ കൂടെ ക്ലാസിക്കൽ ഫിസിക്സ് കൂടി ചേർത്ത് QMMM ടെക്നീക്സ് ഉണ്ട്. ആ QMMM ടെക്നീക്സ് കൊണ്ട് നമുക്കിപ്പോൾ ഇതൊരു ചെറിയ എക്സാമ്പിൾ ആണ്. വെള്ളവും ഓയിലും തമ്മിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ സിസ്റ്റം ബിഹേവ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു വീഡിയോ ആണ്. ഇവിടെ ക്വാണ്ടം മെക്കാനിക്സും ഉണ്ട്, അതുപോലെ ക്ലാസിക്കൽ മെക്കാനിക്സും ഉണ്ട്. ഇത് രണ്ടിന്റെയും കൂടി ഇന്റർഫേസ് വെച്ചിട്ട് നമുക്ക് വാട്ടർ കംപ്ലീറ്റ് ആയിട്ട് മൂവ് ചെയ്തിട്ട് ആ വലുതായിട്ട് കാണുന്നത് ഓയിലും ചെറുതായിട്ട് കാണുന്നത് വെള്ളവുമാണ്. അപ്പോൾ ഓയിൽ എല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ ഇപ്പോൾ ഇത് കാണാൻ പറ്റും. ഞാൻ വീഡിയോ ഓടിച്ച് വിട്ടതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെ ക്വാണ്ടം മെക്കാനിക്സ് കൊണ്ടും നമുക്ക് അതിന്റെ കൂടെ കുറച്ച് ക്ലാസിക്കൽ ഫിസിക്സും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് തിയററ്റിക്കലി സ്പെക്കുലേറ്റ് ചെയ്യാൻ പറ്റും, അത് സിമുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ക്വാണ്ടം മെക്കാനിക്സിന്റെ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത്, ക്വാണ്ടം മെക്കാനിക്സ് ഫണ്ടമെന്റൽ ഫോഴ്സ് ആയിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിസത്തെയും വീക്ക് ഇന്ററാക്ഷനെയും സ്ട്രോങ് ഇന്ററാക്ഷനെയും ക്വാണ്ടം മെക്കാനിക്സ് എക്സ്പ്ലെയിൻ ചെയ്യും. പക്ഷെ നമുക്കുള്ളൊരു ലൂപ്പ് ഹോൾ എന്ന് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സും ഗ്രാവിറ്റിയും ഒരു സ്ഥലത്തും ചേർന്ന് പോകില്ല. നമ്മുടെ അവസ്ഥ മാമുക്കോയുടെ അവസ്ഥയാണ്. അപ്പൊ ഇനി ക്വാണ്ടം മെക്കാനിക്സും ഗ്രാവിറ്റിയും ചേർന്ന് പോയിപ്പിക്കാൻ ആൾക്കാർ സ്ട്രിംഗ് തിയറി വഴിയും ലൂപ്പ് ക്വാണ്ടം ഗ്രാവിറ്റി വഴിയും ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്നും പോകുന്നില്ല. പക്ഷേ എങ്ങും ആൾക്കാർ എത്തിയില്ല. ഒരുപക്ഷെ ഇനിയൊരു നോബൽ പ്രൈസ് കിട്ടുകയാണെങ്കിൽ, ഒരുപക്ഷെ ഫിസിക്സിന് വളരെ സോളിഡ് ആയിട്ടുള്ള, അതായത് അടുത്ത വർഷം ആർക്കെങ്കിലും കൊടുക്കണം എന്നുള്ള രീതിയിലുള്ള നോബൽ പ്രൈസ് അല്ല, പക്ഷെ സോളിഡ് ആയിട്ട് ഇവന് കൊടുത്തേ പറ്റൂ എന്നുള്ളൊരു നോബൽ പ്രൈസ് കൊടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ ഗ്രാവിറ്റി ക്വാണ്ടം മെക്കാനിക്സിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സിലെ ഗ്രാവിറ്റിയിൽ ക്വാണ്ടം മെക്കാനിക്സ് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഉള്ള ഒരു തിയറി ആർക്കെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ പക്ഷെ അവർക്കായിരിക്കും. അപ്പൊ ചുരുക്കത്തിൽ ക്വാണ്ടം മെക്കാനിക്സ് വളരെ ഫണ്ടമെന്റൽ ആയിട്ട് യൂണിവേഴ്സിന്റെ തുടക്കം മുതൽ നമ്മുടെ ബയോളജിയിൽ വരെ ക്വാണ്ടം മെക്കാനിക്സിന് ആപ്ലിക്കേഷൻ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. ഒരു ചെറിയ കഥ പറഞ്ഞിട്ട് ക്വാണ്ടം മെക്കാനിക്സിന്റെ ടോക്ക് ഞാൻ മനസ്സിലാക്കാം. ഒരു സെൻ ഗുരു, എനിക്ക് സെൻ ബുദ്ധിസം ഭയങ്കര ഇഷ്ടമാണ്, അതിന്റെ കഥകളിലൂടെ. ഒരു സെൻ ഗുരു ഒരിക്കലും ഒരു ഡ്രീം കാണുകയായിരുന്നു. പുള്ളി ബട്ടർഫ്ലൈ ആയിട്ട് പാറി നടക്കുന്ന ഒരു ഡ്രീം. അപ്പൊ അടുത്ത ദിവസം രാവിലെ വന്നിട്ട് അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസിനോട് ചോദിച്ചു, വിദ്യാർത്ഥികളെ, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, ഞാനൊരു ബട്ടർഫ്ലൈ ആയിട്ട് പാറിപ്പറന്ന് നടക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു. അപ്പൊ വിദ്യാർത്ഥികൾ പറഞ്ഞു, അതിനെന്താ പ്രശ്നം? അപ്പൊ ഗുരു പറഞ്ഞു, എന്റെ കൺഫ്യൂഷൻ അതല്ല, എന്റെ കൺഫ്യൂഷൻ യഥാർത്ഥത്തിൽ ഞാനായിട്ട് നിന്നിട്ട് ബട്ടർഫ്ലൈ ആയിട്ട് പാറി നടക്കുന്ന സ്വപ്നമാണോ, അതോ യഥാർത്ഥത്തിൽ ഞാനൊരു ബട്ടർഫ്ലൈ ആയിട്ട് ആ ബട്ടർഫ്ലൈയുടെ സ്വപ്നത്തിൽ കാണുന്ന ലോകമാണോ ഇത് എന്നുള്ളതാണ് എന്റെ കൺഫ്യൂഷൻ. ഈ അൺസർട്ടനിറ്റിയാണ് ക്വാണ്ടം മെക്കാനിക്സിനുള്ളത്. ആ അൺസർട്ടനിറ്റിയാണ് ക്വാണ്ടം മെക്കാനിക്സിന്റെ ബ്യൂട്ടി. ഈ അൺസർട്ടനിറ്റി എന്നെങ്കിലും ഏതെങ്കിലും ഒരു തലമുറയിൽ നമുക്ക് ഇതിനേക്കാൾ മികച്ച തിയറി, അല്ലെങ്കിൽ ഈ ക്വാണ്ടം മെക്കാനിക്സിന്റെ മികച്ച തിയറി ഇൻ ദ സെൻസ് ഇതിന്റെ ലൂപ്പ് ഹോൾസ് മാറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു തിയറി ഉണ്ടാകും നമുക്ക് പ്രതീക്ഷിക്കാം. ഉണ്ടാവും, കാരണം സയൻസ് അങ്ങനെയാണ് പുരോഗമിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ച് വളരെ വാദോരാണ്ട് സംസാരിക്കാൻ ഒരു അവസരം എന്ന് പറഞ്ഞാൽ ലൂക്കയിലെ എല്ലാ മെമ്പേഴ്സിനും, ജയന്തിക്കും, അശ്വൻ സാറിനും, എല്ലാവർക്കും, പിന്നെ എല്ലാ ശ്രോതാക്കൾക്കും വന്ന് ഇത്രയും നേരം ക്ഷമയോടുകൂടി കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.
ഹലോ, ഒരു സംശയം ചോദിച്ചോട്ടെ? ഡെഫിനറ്റ്ലി. കീറ്റോയിനോൾ ടോട്ടോമറിസം ഷ്രോഡിഞ്ചേഴ്സ് കാറ്റിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുമോ? അങ്ങനെയല്ല സാറേ, നമ്മള് ഈ മാക്രോ മോളിക്യൂളുടെ ലെവലിലല്ല ഞാൻ പറഞ്ഞത്. കാരണം കീറ്റോയിനോളിൽ രണ്ടും ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. പിന്നെ ഒരു ഇക്വിലിബ്രിയം പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ അത് ശരിയാവുമോ? അല്ല സാറേ, ഞാൻ ആ കൺസെപ്റ്റ് ഇവിടെ ക്ലിയർ അല്ലേ? ഞാൻ ആ അർത്ഥത്തിലാണ് സംസാരിച്ചത്. ഓക്കെ, താങ്ക് യു. വിഷയങ്ങൾ നേരിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ഒരാളെ കമന്റ്. സാറേ, ഹലോ സാർ. സാറേ, ഈ ക്വാണ്ടം മെക്കാനിക്സും സ്പേസ് ടൈമും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പറയാമോ? ഞാൻ പറഞ്ഞല്ലോ, ഈ യൂണിവേഴ്സിന്റെ തുടക്കത്തിൽ തന്നെ ക്വാണ്ടം മെക്കാനിക്സ് ഉണ്ട്. ഈ ക്വാണ്ടം മെക്കാനിക്സും സ്പേസ് ടൈമിലുള്ള ബന്ധം കണ്ടുപിടിക്കാനാണ്, അതാണ് ഞാൻ ഏറ്റവും അവസാനം അവസാനിപ്പിച്ചത്. ഈ ഗ്രാവിറ്റി വർക്ക് ചെയ്യുന്നത് ഈ സ്പേസ് ടൈമിലാണ്. ഈ സ്പേസ് ടൈമിന്റെ ഫണ്ടമെന്റൽ ക്വാണ്ടം മെക്കാനിക്സ് ആണെന്ന് പറയുന്ന ഒരു തിയറിയാണ് ലൂപ്പ് ക്വാണ്ടം ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതിൽ തിയറി ഡിവൈസ് ചെയ്തെങ്കിലും നമുക്ക് കൃത്യമായിട്ട് ആ തിയറിയുടെ എവിടെയും എത്താൻ സാധിച്ചിട്ടില്ല. അത് എവിടെയെങ്കിലും എത്തും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവർക്കായിരിക്കും ഇനി അടുത്ത നോബൽ പ്രൈസ്. അപ്പൊ അവിടെയും ക്വാണ്ടം മെക്കാനിക്സ് ലൈക്ക് നമ്മുടെ യൂണിവേഴ്സിലെ ബാക്കി 3 പ്രധാനപ്പെട്ട ഫോഴ്സിലെയും ഫണ്ടമെന്റലായിട്ട് നിൽക്കുന്നത് കൊണ്ട് നാച്ചുറലി സ്പേസ് ടൈമിലും ക്വാണ്ടം മെക്കാനിക്സിൽ കോൺട്രിബ്യൂഷൻ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ശാസ്ത്രലോകം ഇന്നും വിശ്വസിക്കുന്നത്. സോ അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഇപ്പോഴും കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഇംഗ്ലീഷ് സിനിമയിൽ കാണുന്നത് പോലെ, സീരിയൽ കാണുന്നത് പോലെ ഏതെങ്കിലും ലിവർ തിരിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് ടൈം ട്രാവൽ ചെയ്യാനുള്ള ഏതെങ്കിലും വിദൂര സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാച്ചുറലി ടൈം ട്രാവൽ ഫ്യൂച്ചറിലേക്ക് പോസിബിൾ ആണ്, പാസ്റ്റിലേക്ക് പോസിബിൾ അല്ല. ബിക്കോസ് ഒരു കൺജങ്ചർ അത് ഇല്ലാണ്ടാക്കുന്നുണ്ട്. അതിനെ നമ്മൾ മറ്റേ ഗ്രാൻഡ് ഫാദേഴ്സ് പാരഡോക്സ് എന്ന് പറയും. ഗ്രാൻഡ് ഫാദേഴ്സ് പാരഡോക്സ് എന്ന് പറയുന്നത് എന്താ പറയുക, ഞാനിപ്പോ പാസ്റ്റിൽ പോയി എന്റെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും കാണുന്നതിന് മുമ്പ് ഞാൻ എന്റെ ഈ യൂണിവേഴ്സിലെ ഗ്രാൻഡ് ഫാദറിനെ കൊന്നു കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്റെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും കാണൂല. അവർ കാണുന്നില്ല എന്നാണെങ്കിൽ എന്റെ അച്ഛനും അമ്മയോ ഉണ്ടാവില്ല. അച്ഛനോ അമ്മയോ ഉണ്ടായില്ല എന്നാണെങ്കിൽ ഞാൻ ഉണ്ടാവില്ല. അപ്പൊ പാസ്റ്റിലേക്കുള്ള ടൈം ട്രാവൽ പോസിബിൾ അല്ല, പക്ഷെ ഫ്യൂച്ചറിലേക്കുള്ള ടൈം ട്രാവൽ പോസിബിൾ ആണ്. പിന്നെ വിദൂര സാധ്യതയിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ക്വാണ്ടം മെക്കാനിക്കൽ വേൾഡിൽ മാത്രം കാണുന്നതാണ് ഈ പറയുന്ന ടെലിപ്പോർട്ടേഷനൊക്കെ. അപ്പോൾ നമ്മുടെ ആ ഒരു പോസിബിലിറ്റിയൊക്കെ ആൾക്കാർ പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണെങ്കിലും അത് മാക്രോ വേൾഡിലേക്ക് വരും എന്നുള്ളത് ആസ് ഓഫ് നൗ എനിക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സന്തോഷം, താങ്ക് യു സോ മച്ച്.